ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് നോക്കണേ. കോടിക്കണക്കിന് രൂപ വേണമെന്നോ അല്ലെങ്കിൽ മറ്റോ വേണോ ഒന്നുമല്ല അമ്മയുടെ ആഗ്രഹം. എന്റെ കുഞ്ഞ് നന്നായിട്ടൊന്ന് സ്കൂളിൽ പോകണമെന്ന്. ആ സാർ അ- അവളൊന്നും കരഞ്ഞ് ക്ഷീണാവുക ചെയ്യുക. നോക്കൂ, അത് ഇവിടെ എല്ലാ അമ്മമാർക്കും ഉള്ള ഒരു അവസ്ഥയാണ് ദിവ്യയും പറഞ്ഞത്. ഇങ്ങനെയാണ് ഈ മിറാക്കിളുകൾ സംഭവിക്കുന്നത്. നമ്മൾക്കത് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നാളെ കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതുമല്ലോ. ഉം മാർക്ക് കിട്ടിയതിന് ശേഷം അങ്കിളിന് ഫോട്ടോ എടുത്ത് അയക്കണം. ഉം എത്ര കിട്ടിയാലും അയക്കണം കേട്ടോ. ഉം ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിലും എത്ര കിട്ടി അത്രയും അയച്ചിട്ട് അങ്കിളിനോട് പറയണം ഐ എം ഹാപ്പി, ഐ എം ഹാപ്പി, ഐ എം ഹാപ്പി എന്ന് കേട്ടോ. ഉം ചെയ്യുമല്ലോ. ഉം. ഗുഡ് ഗേൾ. വേറെ ഹലോ ആർക്കെങ്കിലും സാർ, എന്തെങ്കിലും ക്ലാസ് പറയാനുണ്ടോ? തുടങ്ങാനായോ? യെസ്, ഒരു യെസ്. 2 മിനിറ്റ് ഞാനിവിടെ പറഞ്ഞോട്ടെ. പറഞ്ഞോ, പറഞ്ഞോ. ആരാത്? സാർ, ഷിബുവിന്റെ വൈഫാണ്. ഷിബുവിന്റെ വൈഫാണ്. ഇത് എവിടെ കിടക്കണോ? പറഞ്ഞോളൂ. ഷിബുവിന്റെ വൈഫ് പേരറിയില്ലല്ലോ. അത് സാർ, ദിവ്യ ദിവ്യ. ആ, ദിവ്യ പറഞ്ഞു. ആ സാർ, ഇന്നലെ ക്ലാസ് കഴിഞ്ഞപ്പോ സാർ പറഞ്ഞില്ലേ, ഇത് യൂട്യൂബിന്റെ അകത്ത് ലിങ്ക് വരും, അപ്പൊ അതിന്റെ അടിയിൽ നിങ്ങൾക്ക് സംഭവിച്ച മിറക്കിൾ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞല്ലോ. ആ, അപ്പൊ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ രാവിലെ അത് കേൾക്കണം എന്ന് വെച്ചിട്ട് ഞാൻ ചില സമയം റെക്കോർഡഡ് വീഡിയോസാ കേൾക്കുക. ആ. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് അത്ര പറയാൻ മാത്രം മിറക്കിൾ ഒന്നും നമ്മുടെ കയ്യിൽ സംഭവിച്ചിട്ടില്ലല്ലോ ഏട്ടാ. ഒരിക്കൽ ഞങ്ങളുടെ മൈഗ്രെയിൻ മാറിയത് ഞാൻ ഓൾറെഡി ഒരിക്കൽ ഷെയർ ചെയ്തതാ. ഇനിയിപ്പോ നമുക്ക് എന്താ ഷെയർ ചെയ്യാനുള്ളത്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ ആയി. അപ്പൊ എന്റെ 3 മാസമായിട്ട് എന്റെ മോള് LKG സ്റ്റാർട്ട് ചെയ്തതാണ്. രാവിലെ ഏറ്റു കഴിഞ്ഞാല് ഒരു മണിക്കൂറോളം കരഞ്ഞ് ക്ഷീണമായി ഛർദ്ദിച്ച് അങ്ങനെ സ്കൂളിൽ പോകുള്ളൂ. സ്കൂളിൽ പോകൂല പോകൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് രാവിലെ ഉണ്ട് 6:30 ആയപ്പോ ഏറ്റു വന്നിട്ട്, അമ്മ ഞാൻ എന്റെ ബാഗ് എല്ലാം റെഡി ആക്കട്ടെ എന്ന് പറഞ്ഞ് കക്ഷി തന്നെ ബാഗ് റെഡിയാക്കുന്നു, യൂണിഫോം തേക്കാനുള്ളത് എടുത്തോണ്ട് വന്നു, തനിയെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. എന്താ പറയാ, നേരത്തെ ഒരു കരച്ചിലുമില്ല, ഒന്നുമില്ല. ഈ 3 മാസമായിട്ട് കാണാത്ത ഒരു കുഞ്ഞായിരുന്നു ഇന്ന് രാവിലെ ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ഷുവറിനോട് പറഞ്ഞു, ഒരു മിറക്കിളും ഇല്ലാന്ന് പറഞ്ഞ് കടന്നുറങ്ങിയിട്ട് നേരം വെളുത്തപ്പത്തേക്കും ഞങ്ങൾ ഈ 3 മാസം എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു മിറക്കിൾ സംഭവിച്ചു. ഞങ്ങളൊരു ഇന്റൻഷൻ ആയിട്ട് ഒന്ന് എഴുതിയത് ഇതായിരുന്നു, മോള് മടി കൂടാണ്ട് സ്കൂളിൽ പോകണം എന്നുള്ളതായിരുന്നു. അപ്പൊ അത് ഇന്ന് രാവിലെ സംഭവിച്ചു. അപ്പൊ അതിനൊരു താങ്ക് യു പറയാൻ സാറിനോട്. ഒരു എന്റെ സെക്കൻഡ്. സാറേ ആശ, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. അത് നിങ്ങളെ വീഡിയോ ഓക്കെ. എടുത്ത് ഒറ്റ സെക്കൻഡ്. ആ, പറഞ്ഞോ. എന്റെ ജോലി ഇന്ന് വരെ ആയിരുന്നു. അപ്പൊ അവരെന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ജോലി കണ്ടിന്യൂ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവർക്കും മാത്രം പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. ജോലി വിട്ടിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി ഞാൻ ഈവനിങ് മേഡത്തിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. മേഡം ഇല്ലായിരുന്നു, ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. അപ്പൊ ഈവനിങ് അവര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാന് എന്റെ കൂടെ മോർണിംഗ് ഡ്യൂട്ടി ചെയ്യുന്നവരോട് ചോദിച്ചു. മോർണിംഗ് ഡ്യൂട്ടി ചെയ്യുന്നവര് പറഞ്ഞു, ഇതുപോലെ ആശ ഇന്ന് വരെ ഉള്ളൂ, പറഞ്ഞിട്ടാ പോയെന്ന് പറഞ്ഞു. ഇന്ന് സാലറി ഒക്കെ ഇന്നലെ വൈകുന്നേരം സാലറി ഒക്കെ തന്നു. അവിടെ വേറൊരാളുണ്ട് സാലറി തരുന്നത്, അവര് തന്നു. അപ്പൊ ഞാൻ ഇന്ന് മേഡത്തിന് അന്നേരം അവരങ്ങനെ പറഞ്ഞപ്പം എന്റെ കൂടെ ഡെയിലി ഉള്ള സ്റ്റാഫ് വിളിച്ചു പറഞ്ഞു, മേഡം പറയുന്നത് ആരോട് ചോദിച്ചിട്ടാ നീ സ്റ്റോപ്പ് ചെയ്തതെന്ന് ചോദിച്ചു. മേഡം അവരോട് ചോദിച്ചു എന്ന്. ഞാൻ സ്റ്റോപ്പ് ചെയ്ത ആരോട് ചോദിച്ചിട്ടാണ്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാന് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി മേഡത്തിന് ഒന്ന് മെസ്സേജ് അയക്കണമെന്ന് വെച്ചിട്ട് ഞാൻ മേഡത്തിന് കുറെ മെസ്സേജ് അയച്ചു. എന്റെ ജോലിയുടെ ഭാഗമായിട്ട് കുറെ നന്ദി പറഞ്ഞുകൊണ്ടൊക്കെ കുറെ മെസ്സേജ് അയച്ചു. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. കാരണം ഈ അടുത്ത ആള് എനിക്ക് വേറെ ഉള്ള ആള് ലാൻഡ് ചെയ്തിട്ടുണ്ട്, ഇന്നെത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്നും പറഞ്ഞിട്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, നിന്നോട് ആര് പറഞ്ഞിട്ടാണ് നീ സ്റ്റോപ്പ് ചെയ്തത്? നീ 1 വീക്ക് വാ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോ ഏഹ് ഭയങ്കര സന്തോഷമാണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. കാരണം 2-3 ദിവസം കൊണ്ട് ഞാൻ ആകെ ഗ്ലൂമി ആയിരുന്നു. കാരണം ഒരുപാടടുത്ത് ഞാൻ ജോലിക്ക് കൊടുത്തിട്ടും ഒന്ന് സ്ഥിരമായിട്ട് പാലത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. എനിക്കത് നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ 12 hours ഡ്യൂട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാകുമ്പോ അവിടുന്ന് ഡ്രൈവർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വരും, തിരിച്ച് എന്നെ കൊണ്ടുവിടും, ഫുഡും അല്ല, എനിക്ക് എല്ലാ ഫെസിലിറ്റിയും അവിടെ ഉണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷം. എനിക്കതുമല്ല, എനിക്ക് ആ പേഷ്യന്റിനെ വിട്ടുപോകാൻ ഭയങ്കര വിഷമമായിരുന്നു ഇന്നലെ. ആ പേഷ്യന്റ് എന്നെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്തു ഇന്നലെ നൈറ്റില്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഇന്ന് മേഡം ഇങ്ങനെ പറയപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഒത്തിരി എനിക്ക് ഈ സൂം മീറ്റിംഗ് എന്നോ ഓപ്പൺ എന്നോ നോക്കിയിരിക്കുവായിരുന്നു എന്റെ സന്തോഷം ഷെയർ ചെയ്യാൻ.
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ മോന്റെ ഒരു ജോലി സാറിനോട് ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മോന്റെ വിഷയങ്ങൾ. അപ്പൊ അവൻ ഈ 3 ദിവസം കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ട്. അവൻ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു, അമ്മ വല്ലതും കഴിച്ചോ, ഭയങ്കര സന്തോഷമായിട്ട് എന്നോട് അവൻ വെറും കാമായിട്ട് അവൻ സംസാരിക്കുന്നു. അവനെ ഞാൻ അന്നേരം അവനോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോ അമ്മ പറഞ്ഞു ഞാൻ കേട്ടോളാം. അപ്പൊ ഇപ്പൊ അവന് റെയിൽവേയിൽ ഒരു ജോലി റെഡി ആയിട്ടുണ്ട്. കുറച്ച് പൈസ കൊടുക്കണം, എങ്കിലും അത് കൺഫേം ആണ്. ഞാനത് ആ പൈസ എവിടുന്ന് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ കയ്യിൽ 0 ആയിരുന്നു. എനിക്കിന്ന് രാവിലെ സാലറി കിട്ടി, എന്നാലും അത് കൂടത്തില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഞാൻ ഒരുപാട് ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. ലാസ്റ്റ് എനിക്ക് തോന്നി എന്റെ അച്ഛൻ ഒരു അറിവിശുക്കന. അച്ഛൻ്റെ കയ്യില് പൈസ ഉണ്ട്, അത്യാവശ്യം സ്വർണ്ണമൊക്കെ ഉണ്ട്, എന്നാലും അച്ഛനോട് ചോദിക്കാൻ എനിക്കൊരു പേടി. അപ്പൊ ഞാൻ അമ്മ ത്രൂ ഞാൻ അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു. അച്ഛൻ ആദ്യം പറഞ്ഞു അത് കവളിപ്പില, പൈസ കൊടുത്തിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ എന്റെ ഏട്ടനാണെങ്കിൽ എന്റെ മൂത്ത ബ്രദർ ഡയറക്റ്റ് അവരെ വിളിച്ച് സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ പറഞ്ഞു ഞാൻ പൈസ തരാമെന്ന്, ക്യാഷ് തരാന്ന് പറഞ്ഞ് ഇന്ന് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവുകയും ചെയ്തു. എനിക്ക് ആ ഒരു സന്തോഷം. രണ്ടാമത്തത് പിന്നെ 3 സന്തോഷം. ഒന്ന് എന്റെ മോന്റെ കാര്യം, എന്റെ ജോലിയുടെ കാര്യം, ക്യാഷിന്റെ കാര്യം. ഞാൻ ഒരിക്കലും തിങ്ക് ചെയ്തതേ ഇല്ല എനിക്ക് ആ ഒരു എമൗണ്ട്, അതായത് 1,50,000 രൂപ ഞാൻ ഒരിക്കലും തിങ്ക് ചെയ്തിട്ടില്ല. എനിക്ക് ഇത്ര എന്നുവെച്ചാ ഒരു 6 മണിക്കാണ് ഞാൻ ഇതെല്ലാ കാര്യങ്ങളും അറിയുന്നത്. 6 മണി തൊട്ട് ഒരു 12 മണി വരെ ഞാൻ ഈ ഫോണിൽ തന്നെ ആയിരുന്നു കണ്ടിന്യൂസ്. ഞാൻ ഇന്നലെ മോർണിംഗ് 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറി, ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള സന്തോഷമാണ് ഇത് കേൾക്കുമ്പോൾ സന്തോഷം. ഇതൊന്നും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നൽകുന്ന ഒരു പോസിറ്റിവിറ്റി ആവാം, പക്ഷെ നിങ്ങൾക്ക് പ്രകൃതി നൽകുന്ന ഒരു സന്ദേശമാകാം ഇത്. അങ്ങനെ നിങ്ങളിതിനെ തള്ളിക്കളയണ്ട, ഇതിലും കാര്യമുണ്ട് എന്ന് പ്രകൃതി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ്. എനിക്ക് ഷിബുവിനോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ദർ ഇസ് സംതിങ് ഗോയിങ് ഓൺ. ഇപ്പോൾ ഞാൻ പറയുന്നു, ദർ ഇസ് സംതിങ് മിറാക്കിൾ ഇസ് ഗോയിങ് ഓൺ യുവർ ലൈഫ്. യു ഹാവ് ടു ചേഞ്ച് എ ലിറ്റിൽ ബിറ്റ് ഓഫ് യുവർ തോട്ട്. തിങ്കിങ് പാറ്റേണിലാണ് ഷിബുവിൻ്റെ അടുത്ത് വിഷയമുള്ളത്. അതൊന്ന് റീഫ്രെയിം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ 2 പേരിലും മിറാക്കിൾ സംഭവിക്കും, ഉറപ്പാണ്. അത് ഷിബുവിന് 2-3 ദിവസത്തെ വോയിസിൽ മാത്രം ഞാൻ മനസ്സിലാക്കി. എനിക്ക് കൂടുതൽ അറിയില്ല. കൂടുതൽ വേണമെങ്കിൽ നിങ്ങളൊന്ന് നേരിട്ട് സംസാരിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു. നമ്മൾ അയർലൻഡിലോട്ട് ഒരു സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അതിന്റെ എക്സാമും പ്രോസസ്സിംഗ് ഒക്കെ ആയിട്ട് നടക്കുന്നു. അപ്പൊ അതിങ്ങനെ ഏറ്റവും ഈസി ഉള്ള വിഷയം എപ്പോഴും കിട്ടാണ്ടായി പോകുന്നു. ലിസണിംഗ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ എനിക്ക് കിട്ടുന്നില്ല. അതായിരിക്കും ഏറ്റവും ഈസി. അങ്ങനെയായിട്ട് ഇപ്പൊ വീണ്ടും ഞാൻ നവംബറിൽ 4ാമത്തെ അറ്റംപ്റ്റ് നടത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതിൽ സക്സസ് ആകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. സാറ് തരുന്ന ധൈര്യവും സാറിന്റെ ക്ലാസ്സും എല്ലാം കൂടെ കൂടിയിട്ട് സാറ് പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു ഞങ്ങൾ. അതിന് നിങ്ങൾ അങ്ങനെ കിട്ടണമെന്ന് നിങ്ങൾ സിസ്റ്റമാറ്റിക് പ്രാക്ടീസ് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല കേട്ടോ. സിസ്റ്റമാറ്റിക് പ്രാക്ടീസ്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്ന കാര്യം. സിസ്റ്റമാറ്റിക് പ്രാക്ടീസ് എങ്ങനെ, അതില്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റും എന്ന് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് തോന്നും ഇത് സിസ്റ്റമാറ്റിക് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്, പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇതെല്ലാവർക്കും ഒരു മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ സെൽഫായിട്ട് നമ്മളെ ഡിസൈൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ സെൽഫായിട്ട് നമ്മളെ ഡിസൈൻ ചെയ്താൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഡിസൈനിങ് പവർ ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. ഇല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒരാളുടെ സപ്പോർട്ടോടുകൂടി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് പാളിച്ചകളുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മനസ്സിലാക്കലിലൂടെയാണ് നമുക്ക് കൃത്യമായ ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും. പ്രാക്ടീസ് നമുക്ക് ചെയ്യണമെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം നമുക്ക് വേണം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞില്ലേ? മണി അട്രാക്ഷൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ ഹലോ അനുജിത്ത്, മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഫേസ് ടു ഫേസ് നമ്മൾ ഇരിക്കണം, നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കണം, എന്നിട്ടാണ് മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ എത്തുന്നത്. അതിന് നിങ്ങൾക്ക് ആദ്യം അനുജിത്തിന്റെ ചോദ്യത്തിന് മാത്രം മറുപടി പറയാം. അനുജിത്തിന് ആദ്യം വരുമാനം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ വരുമാനം ഇരട്ടിപ്പിക്കാൻ പറ്റുള്ളൂ. മോൻ ആദ്യം ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യൂ. ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് വേണ്ട പരിപാടികൾ ആദ്യം ചെയ്യൂ. എങ്ങനെയെങ്കിലും ജോലി സമ്പാദിക്കും, എന്നിട്ട് നമുക്ക് മണിയെ മൾട്ടിപ്ലൈ ചെയ്യാം. മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ശൂന്യതയിൽ നിന്ന് മണി ഉണ്ടാക്കലല്ല,
ഉള്ള മണിയെ എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് മണി മാനിഫെസ്റ്റേഷൻ കോൺസെപ്റ്റ്. ആദ്യം അതിൽ ഉണ്ടാവണം എന്നുള്ളതാണ് കേട്ടോ. മോൻ ഓക്കെ ആദ്യം ജോലി ഒന്ന് ക്ലിയർ ആക്കട്ടോ. അതിനു വേണ്ടിയിട്ട് ഓക്കെ. മാനിഫെസ്റ്റേഷൻ ചെയ്യും. ജോലി ലഭിക്കാനായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യും കേട്ടോ. ജോലി ലഭിക്കാനായിട്ട്. സാറേ ഒരു മിനിറ്റ്. ആ ഞാൻ പിറവത്തുനിന്നാണ് അല്ലി വിൽസൺ. ഓക്കെ. സാറ് ഞാൻ ആ സ്കിൽ ആൻഡ് മാനിഫെസ്റ്റ് ജോയിൻ ചെയ്താൽ മതിയോ തൽക്കാലം? ഞാനൊന്നിനും ജോയിൻ ചെയ്തില്ല. എന്താണ് സ്കിൽ ആൻഡ് മാനിഫെസ്റ്റ് എന്നുള്ള കോഴ്സിൽ ചേർന്നാൽ മതിയോ ഞാൻ? ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷനോ? ആ അതൊക്കെ എനിക്ക് ഏതാ advanced സാറേ ആയിട്ടുള്ള സാറ് കോഴ്സുകളാണ് മാം. എന്തോ ബിഗിനേഴ്സിനുള്ള കോഴ്സുകളല്ല. അത്രയും ചെയ്തിട്ട് കിട്ടാത്ത അവസ്ഥയിൽ വരുന്ന ഞാൻ അഡ്വാൻസ് കോഴ്സാണ് അതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അധികം ആർക്കോടും അതിനെപ്പറ്റി പറയാത്തത്. അപ്പൊ ഞാൻ ഏതാ സാറേ? നിങ്ങൾ ഞാൻ ഏതാ ചെയ്യേണ്ടത് സാറേ? എന്റെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ് സാറിനോട് നിങ്ങളുടെ വിഷയം? പറഞ്ഞല്ലോ. നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയം? ഞാൻ പറഞ്ഞത് ഞാൻ സാറിനോട് സംസാരിച്ചില്ല ഹസ്ബൻഡിന്റെ കാര്യം. ഓക്കെ. അലി വിൻസൺ. ആ അലി അല്ലി വിൽസൺ. ഞാൻ നിങ്ങൾ ഏതാ? ജേർണി ടു ഹാപ്പിനെസ് ആണ് ചേരേണ്ടത്. അത് എമൗണ്ട് കൂടുതലായതുകൊണ്ട് ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷന്റെ എമൗണ്ട് കുറവെന്നാ കരുതി. അല്ല സാറേ ഞാൻ തന്നെ കണ്ടെത്തണമല്ലോ, അതുകൊണ്ടാണ് അല്ല ഞാനത് നിങ്ങള് വേറെ ആരെയും ഞാൻ തീരുമാനിച്ചു. പറഞ്ഞില്ലേ? ഓക്കെ, അത് ഇന്നലെ ഞാൻ ആ. പറഞ്ഞല്ലോ നിങ്ങളോട്. അപ്പൊ നമുക്ക് ഞാൻ തീരുമാനിച്ചില്ല. അപ്പൊ സാറിനോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചാണ്. എനിക്ക് ഇതുപോലെ ഒരു മിറക്കിള് ഷെയർ ചെയ്യാനുള്ള അവസരം വേണമല്ലോ. തീർച്ചയായിട്ടും ഞാൻ ഇച്ചിരി ഡിപ്രഷറാണ് ഹസ്ബൻഡിന്റെ ഇതില്. നിങ്ങൾ ആദ്യം ഡിപ്രഷനെ എടുത്ത് പുറത്താക്കിയിട്ട് കുറച്ച് ഇവിടെ തന്നെ ഇരുന്ന് ഫോക്കസ് ചെയ്തോളൂ. ഇവിടെ തന്നെ നിങ്ങൾക്ക് മിറാക്കിൾസ് എടുക്കാൻ പറ്റും. ഓക്കെ ഒന്നും തരണ്ട. നിങ്ങൾ ഇവിടെ വൈകിട്ടത്തെ ക്ലാസ്സിൽ വന്നിരിക്കുക. ഇവിടെ തന്നെ നമുക്ക് മിറാക്കിൾസ് ഇതെടുക്കാൻ പറ്റും. ഓക്കെ താങ്ക് യു. അവിടെ ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആ കോഴ്സിന് ചേരാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ. അതിന്റെ ഓക്കെ ഓക്കെ ക്ലാസ് ഓക്കെ ഉണ്ടാക്കാനായിട്ട് ഇവിടെ നിന്ന് മാനിഫെസ്റ്റ് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി. തിരക്ക് കൂട്ടണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നിങ്ങൾ ചെയ്യാനുള്ള കുറെ ഐഡിയകൾ ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീണ്ടും വീണ്ടും കടത്തിലേക്ക് പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നിട്ട് ഓക്കെ നിങ്ങളുടെ ബിസിനസ്സിനെ കൂട്ടാനുള്ള വഴികൾ ആലോചിക്കുക. നിങ്ങളുടെ ഊർജം, നിങ്ങൾ ആ മെഡിറ്റേഷൻ എങ്കിലും ജോയിൻ ചെയ്യൂ. നിങ്ങളിൽ എനർജി വളരെ ഓക്കെ എനർജി ഒന്ന് ലോ ആണ്. മെഡിറ്റേഷനിലൂടെ ഓക്കെ ഓക്കെ പ്രാക്ടീസ് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരും. ഓക്കെ അല്ലാതിരുന്നാൽ നിങ്ങൾ വീണ്ടും വീണ്ടും പിറകോട്ടാ പോകുന്നു കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി. നമുക്കിപ്പം സാർ ഞാൻ ബെറ്റർ ആദ്യമായിട്ടാണ് ആ എന്താ പറയാനുള്ള ഗീതലക്ഷ്മി? ഗീത. ഗീത പറയും. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാറിന്റെ ക്ലാസ്സിൽ കയറുന്നത്. ഓക്കെ. എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. അത് എങ്ങനെയാണ്? പേഴ്സണലായിട്ടൊന്ന് വിളിക്കണോ അതോ ഗ്രൂപ്പിൽ? നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പൊ ഇത്രയും പബ്ലിക്കിൽ പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പേഴ്സണലി എപ്പോ വിളിക്കണം? നാളെ സാറിന് ഒന്ന് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ അവർ ടൈം ഫിറ്റ് ചെയ്യും. നാളത്തെ ടൈം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ ഫുള്ളാണ്. അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ അവര് ടൈം ഷെഡ്യൂൾ ചെയ്ത് തരും കേട്ടോ. ഓക്കെ. താങ്ക് യു. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? ഇപ്പൊ നമ്മൾ ജോലിക്ക് ഇതാക്കാൻ ജോലിമേ ഫോക്കസ് ചെയ്യാം. യെസ്, ഇപ്പൊ ജോലിയിൽ ഫോക്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം. ഓക്കെ. ഹലോ. എന്താണ്? എന്ത് പറയാൻ പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നും പറയില്ല. ജസ്റ്റ് സാറിനോട് ഒന്ന് ഹലോ, ഹായ്, സന്തോഷം എന്ന് പറയാൻ മാത്രം. പിന്നീട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, വളരെ സന്തോഷം. നമുക്ക് ലാസ്റ്റ് കുറച്ച് സംസാരിക്കാം. ക്ലാസിന്റെ ലാസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓക്കെ, ലാസ്റ്റ് സംസാരിക്കാം സാറിന്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഔദ്യോഗികമായി വൺസ് അഗെയിൻ അല്ലേ, ഗുഡ് ഈവനിങ് ടു എവ്രി വൺ. ഞാൻ ഇവിടെ ഒരു സെക്കൻഡ്, ഇവിടെ ആരോ ഇപ്പൊ ലിങ്ക് കിട്ടുന്നില്ല എന്ന് പറയണേ. ഇന്ന് എൻ്റെ അഡ്മിൻ എവിടെ പോയി? അവിടെ കുറെ ആള് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. 100 കഴിഞ്ഞിട്ട് ഗ്രൂപ്പിന് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം.
ഏറെ സന്തോഷം, ഏറെ അഭിമാനം. നിങ്ങൾ നൽകുന്ന വലിയ സപ്പോർട്ടിന് സർവേശ്വരന്റെ നാമത്തിൽ സർവേശ്വരനോട് പറയാനുള്ളത് ഒന്ന് മാത്രം, വിനീതമായി അതിൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നന്ദി, നന്ദി, നന്ദി. കാരണം കുറേ കാലത്തെ ആഗ്രഹം, കുറേ കാലത്തെ മാനിഫെസ്റ്റേഷൻ, ഓരോ സ്റ്റെപ്പായിട്ട് ഞാനിത് എത്തണമെങ്കിൽ എൻ്റെ ഒരുപാട് പ്രോസസ്സുകൾ കടന്നു പോകണമായിരുന്നു. ഒന്ന്, എൻ്റെ ജോലി, ബിസിനസ്സിൻ്റെ തിരക്കുകൾ, അതിൻ്റെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം സെറ്റ് ചെയ്ത് പതുക്കെ വന്നിട്ടാണ് ഇന്ന് നിങ്ങൾ ഈ 100-ലെത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷമെന്ന് മാത്രമേ പറയാനുള്ളൂ. അതുപോലെ എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് ഇതല്ല, നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ വരികയും ചെയ്ത ആൾക്കാർ, യൂട്യൂബ് വീഡിയോ കാണുന്ന ആയിരക്കണക്കിന് ആൾക്കാർ, ഇനിയും കാണാനിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ, ചെറിയ എൻ്റെ വാക്കുകളിലൂടെ, ഞാൻ ചെറിയ വാക്കുകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്, ആ വാക്കുകളിലൂടെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അവരെല്ലാവരും ജീവിതത്തിലേക്ക് ഒന്ന് രണ്ട് സഹോദരിമാരെ എഴുതിയ, കുറെ പേർ സഹോദരന്മാരൊക്കെ എഴുതിയ കാര്യങ്ങൾ എന്തൊക്കെയോ ജീവിതത്തിൽ നേടാൻ തുടങ്ങി എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അതിന് നിങ്ങൾക്ക് കുറച്ച് ശുഭാപ്തി വിശ്വാസമാണെങ്കിൽ എനിക്കതിൻ്റെ 100 മടങ്ങ് ശുഭാപ്തി വിശ്വാസം നൽകുന്നു എന്നതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കരുത്ത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ബിസിനസ് തിരക്കിലൊക്കെ ഉള്ള ഒരാളാണ്. എങ്കിലും ഈ സമയമാകുമ്പോഴേക്കും ഞാൻ എല്ലാം ഒഴിവാക്കി എനിക്ക് വീട്ടിലെത്താൻ പറ്റുന്നു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നു, നിങ്ങൾക്ക് എന്നെക്കൊണ്ടാവുന്നത് ഹൃദയത്തിൽ നിന്ന് നൽകാൻ സാധിക്കുന്നു. അത് നിങ്ങളിൽ മാറ്റമുണ്ടാക്കുന്നു എന്ന് പറയുന്നത് സർവേശ്വരൻ്റെ അനുഗ്രഹം മാത്രമാണ്. ഞാൻ അതിനകത്തൊരു എന്താ പറയുക, ഒരു ചാലകം മാത്രമേ ആയിട്ടുള്ളൂ. എന്നെ ഇനിയും സർവേശ്വരൻ്റെ മുന്നിൽ അർപ്പിക്കുന്നു. എന്നെ ഇനിയും എല്ലാവരിലും എത്തിക്കാനായിട്ട്, അവരുടെ ജീവിതത്തിൽ എനിക്ക് നൽകാൻ പറ്റുന്ന അറ്റ്ലീസ്റ്റ് ഈ പുഞ്ചിരിയെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് മാറ്റപ്പെടുത്താൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലെ ഇമ്പോർട്ടൻസ് അറിയാം. എന്താണ് ഇന്നത്തെ സെഷനിലുണ്ട്? പറഞ്ഞോളൂ. 21 ദിവസം കൊണ്ട് എങ്ങനെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാം, അല്ലേ? എവരിബഡി റെഡി ഫോർ ഇറ്റ്? പോരട്ടെ, ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ഇന്ന് പുതിയതായി വന്ന ആൾക്കാരോടെല്ലാം പറയണം, ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ റെഡി എന്ന് പറയുമ്പോൾ മാത്രമേ ഞാൻ കൃത്യമായി തുടങ്ങുള്ളൂ. അപ്പൊ എത്ര പേരുണ്ട് അത്രയും റെഡികൾ വേണം. മൊബൈൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കില്ല. മൊബൈൽ കയ്യിൽ വെക്കേണ്ടി വരും. കാരണം അപ്പോഴപ്പോഴും ടൈപ്പിംഗ് ഉണ്ടാവും, യെസ് ഉണ്ടാവും, നോ ഉണ്ടാവും, താങ്ക് യു ഉണ്ടാവും, ഗുഡ് ഇങ്ങനെ ഉണ്ടാവും. ഈ എൻഗേജ്മെൻ്റാണ് നമ്മുടെ സെനർജി എന്നറിയുക. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നവർ സ്ഥിരമായി വന്നുകൊണ്ടേയിരിക്കുന്നത്. അവർ സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ എനർജിയാണ് ഈ കാണിക്കേണ്ടത്. താങ്ക് യു ഓൾ, താങ്ക് യു. ഇനി ജസ്റ്റ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. കാരണം കുറേ ആൾക്കാർ, പുതിയ ആൾക്കാരുണ്ടല്ലേ, വീഡിയോ കാണുന്നവർ വീഡിയോ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ആരാണെന്ന് അറിയില്ലല്ലേ. അപ്പോൾ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമാണ് ഞാൻ ആരാണ് എന്നുള്ളത്, അല്ലേ? ഇപ്പൊ ഞാൻ ആരാണെന്ന് പറയണ്ടേ? അങ്ങനെ നിങ്ങളെല്ലാവരും ചോദിക്കണം ഈ ചോദ്യം. ഞാൻ എന്നെ സെൽഫായിട്ട് വെറുതെ അത്രയും കാര്യം പോണ്ട, ഞാൻ ആരാണെന്ന് മാത്രം പറയാം. എൻ്റെ പേര് നിങ്ങൾക്കറിയാം, എങ്കിലും ഔദ്യോഗികമായി ഒന്നുകൂടി പറയാം. എൻ്റെ പേര് ദിനേശ് മുങ്ങത്ത്. ഞാൻ UAE-യിലാണ് താമസം. ഓഥർ ആണ്. 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ 2 വർഷത്തിനകത്ത്. പ്രൊഫഷണലി ഐ എം എൻ എന്റർപ്രണർ. 4 ബിസിനസ്സുകളാണ് എനിക്കുള്ളത്. പിന്നെ ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇതാണ് ഒരു പാഷൻ മേഖല. മോട്ടിവേഷൻ സ്പീക്കർ, ലോ ഓഫ് അട്രാക്ഷൻ സർട്ടിഫൈഡ് ട്രെയിനർ, അതുപോലെ തന്നെ ഹാപ്പിനെസ് ലൈഫ് കോച്ച്, മെന്റർ, ബിസിനസ് മെന്റർഷിപ്പ്, എന്റർപ്രണർ മെന്റർഷിപ്പ്, അങ്ങനെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്തു പോകുന്നു. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ആൾക്കാരെ എങ്ങനെയെങ്കിലും
മാനസികമായി സഹായിക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമായി സഹായിക്കുക എന്ന് ഞാൻ വെളിപ്പെടുത്തി പറയുന്നില്ല, അതൊരു മറ്റൊരു വിഷയമാണ്. അതൊരു ചാരിറ്റി പർപ്പസ് മാത്രമാണ്. അത് നമുക്ക് പറ്റുന്നത് ചെയ്തു പോവുക എന്നുള്ളത്. അത് അർഹമായ കാര്യങ്ങൾ ദൈവം പറയുമ്പോൾ നമുക്ക് നൽകാം. എനിക്ക് 2 കുട്ടികളാണുള്ളത്. എൻ്റെ മൂത്ത മകൻ ഡിഗ്രി പഠിക്കുന്നു. അവനും ഒരു ഓഥറാണ്. കഴിഞ്ഞ വർഷം അച്ഛനും മകനും ഒരേ വേദിയിൽ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവൻ നന്നായിട്ട് എഴുതുന്ന ഒരാളാണ്. എൻ്റെ ഈ വായനയുടെ ഏറ്റവും വലിയ ഇത് കിട്ടിയത് അവനിലാണ്. എത്രയും നന്നായിട്ട് എഴുതും. ഇപ്പോൾ 8 പുസ്തകങ്ങളോ എഴുതി വെച്ചിട്ടുണ്ട് അവൻ. ഞാൻ പറഞ്ഞു ഇപ്പോഴൊന്നും പബ്ലിഷ് ചെയ്യില്ല, നീ ആദ്യം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്രയും നന്നായിട്ട് എഴുതാൻ കഴിവുള്ള ഒരാളാണ്. ദൈവം അങ്ങനെയായിരിക്കും അവനെ സൃഷ്ടിച്ചിട്ടുണ്ടാവുക. മകള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാര്യ HR പ്രൊഫഷണലാണ്, കമ്പനിയുടെ ഹെഡാണ് ഒരു കമ്പനിയുടെ. ഇത്രയാണ് ഞങ്ങളുടെ സംതൃപ്ത കുടുംബം. അതുപോലെ തന്നെ ഒരു തികഞ്ഞ മനുഷ്യ സ്നേഹി, മനുഷ്യനിൽ അർപ്പിതമായി ജീവിക്കുന്ന ഒരു സിമ്പിൾ മനുഷ്യൻ. അത്രേ എനിക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്ന അത്രയേ ഉള്ളൂ. ഈ പുഞ്ചിരിക്കുന്നത് മാത്രമേ എൻ്റെ അകവും പുറവും ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യ സത്യം. അപ്പോൾ അത് പറയേണ്ടതല്ല, നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. നിങ്ങളുടെ സന്തോഷം, ഇന്നലെയൊക്കെ എനിക്ക് ഒരാൾ പറഞ്ഞ സന്തോഷ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇതായിരുന്നു. കാരണം നമുക്കും അങ്ങനെ പറ്റിയല്ലോ എന്നുള്ള. അപ്പൊ ഇന്നത്തെ പ്രധാനമായ വിഷയം, സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾക്ക് എങ്ങനെയാണ് 21 ദിവസം കൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നത്. ഇവിടെ അത് പറയേണ്ട ആവശ്യമേ ഇല്ല. കാരണം മണിക്കൂറുകൾ കൊണ്ട് മിറാക്കിളുകൾ ലഭിച്ച ആൾക്കാരുണ്ട്, ദിവസങ്ങൾ കൊണ്ട് മിറാക്കിൾ സംഭവിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ 21 ദിവസം ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഈ സൈക്കോളജി കാര്യം എടുക്കുമ്പോൾ 21 ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ബിഹേവിയറിൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ 21 ദിവസം. അതുകൊണ്ടാണ് 21 ദിവസത്തെ അങ്ങനെ ഒരു ടൈം പറയുന്നത്. അല്ലെങ്കിൽ 21 ദിവസം ഒന്നും വേണ്ട, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നത് കൊണ്ട് മാത്രം പറയുന്നു എന്നതേ ഉള്ളൂ കേട്ടോ. അതിൽ കൂടുതലില്ല. അതിൽ ചിലപ്പോൾ വളരെ ചെറിയ സമയം കൊണ്ട് നടക്കും, പക്ഷേ വളരെ കൂടിയ സമയം കൊണ്ട് നടക്കും. കാരണം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് സമയത്തിൻ്റെ വ്യക്തത മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് അവസാന നിമിഷം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു ഓഫർ ആയിരിക്കും. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഗിഫ്റ്റ് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം അഡ്മിൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്നത്. ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു അർഹരായിട്ടുണ്ട്. അതിന് ഞാൻ എല്ലാവരെയും അവരെ അഭിനന്ദിക്കുന്നു. ഇനിയും ബാക്കിയുള്ള ഇതിലെല്ലാം നിങ്ങൾ യൂട്യൂബ് ചാനലിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അത്ഭുതമായ മാറ്റങ്ങൾ. അത് വല്ലാണ്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മറക്കാതിരിക്കുക. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ അനുഭവമായിരിക്കും. പക്ഷേ വായിക്കുന്നവൻ എത്ര പേരാണോ അത്രയും ആൾക്കാർക്ക് ആ പ്ലഷർ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആനന്ദം. കാരണം ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി, ഒരാളിട്ട കമൻറ്റിൻ്റെ താഴെ 15-20 ആൾക്കാർ ലൈക്ക് അടിക്കുകയാണ്. എന്ന് വെച്ചാൽ അയാളിട്ട ആ വാക്കുകളെ ഇവർക്കെല്ലാവർക്കും സ്വീകാര്യമാണ്, അവരും അത് അനുഭവിക്കുന്നു എന്നാണ്. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ പലപ്പോഴും പാകപ്പെടുത്താൻ സാധിക്കുക. ഞാനിവിടെ റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ പറയുന്ന അഫ്രിമേഷൻസും ഇവിടെ പറയുന്ന കാര്യങ്ങളും നിങ്ങളെ ആയിരക്കണക്കിന് ആൾക്കാരിൽ മാറ്റമുണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ മസ്തിഷ്കത്തിലേക്ക് അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് കയറുന്നത് കൊണ്ടാണ്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ഒരു ബഹുമാനപ്പെട്ട ഒരാൾ ഇന്നത്തെ നമ്മുടെ സെഷനിൽ വന്ന് എന്നോട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞതിൽ ഒരു വാക്ക് പറ്റിപ്പോയല്ലോ സാറേ, അത് അങ്ങനെയല്ലല്ലോ, ഇന്ന ആളുടെ പേര് ഞാൻ ഒരു കവിതാശകലം ചൊല്ലിയപ്പോൾ വന്ന. അപ്പം അത്രയും മൈന്യൂട്ടായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്നതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ള കാര്യം. അപ്പം അതാണ് നിങ്ങൾ ഡയറക്റ്റ് മസ്തിഷ്കത്തെ പതിക്കുന്നതും. അപ്പോൾ അതിലൂടെയാണ് മാറ്റം ഉണ്ടാകുന്നത്. ഇത് റിപ്പീറ്റഡ് ഓഫ് അഫർമേഷന്റെ പ്രത്യേകതയാണ്. ഇത് പ്രാവർത്തികമാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എവിടെ കണ്ടാലും അതൊന്ന് വായിക്കുക. അതിൽ നിങ്ങളുടെ ഒരു കയ്യൊപ്പ് ചാർത്താൻ മറക്കരുത്. പറയാൻ എപ്പോഴും സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം പറയുക. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ അത് നമുക്ക് 2 ദിവസം കഴിഞ്ഞ് പബ്ലിഷ് ചെയ്യാം. ഞാൻ എല്ലാവരും അറിയിക്കാം ആർക്കൊക്കെയാണുള്ളത്.
ഞാൻ നെക്സ്റ്റ് വീക്കിൽ 2 ദിവസത്തേക്ക് നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങൾ ഈ നെക്സ്റ്റ് വീക്കാണ് വരുന്നതെങ്കിൽ ഈ അയക്കുന്ന ആൾക്കാരുടെ പുസ്തകങ്ങൾ ഞാനൊന്ന് കയ്യൊപ്പ് ചാർത്തിയിട്ട് അയക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ നമ്പറും കൂടി അഡ്രസ്സും കൂടി അഡ്മിൻ അയച്ചു കൊടുക്കുക. അവർ ആവശ്യപ്പെടുന്ന ആൾക്കാർ എല്ലാവർക്കും ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടെങ്കിൽ, അനുഭവങ്ങൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പരിഗണിക്കില്ലായിരിക്കും. എങ്കിലും മാക്സിമം ആൾക്കാർ തരാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന് ഞാൻ തരുന്നത് വേറൊരു ഗിഫ്റ്റാണ്. അത് വെയിറ്റ് ആൻഡ് സീ അറ്റ് ദ എൻഡ്. അത് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. യൂട്യൂബ് വീഡിയോയിലുള്ളവർക്ക് ദയവ് ചെയ്ത് ഇല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് സാറേ ആ ഗിഫ്റ്റ് വേണമെന്ന് പറയരുത്. ഇന്നലെ ഉള്ളത് ഞാൻ യൂട്യൂബുകാർക്കാണ്. ഇന്ന് നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഈ 100 പേർക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഏതാണ് നമ്മുടെ നിയമം, ആ ഏത് നിയമത്തിൽ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്? ഒന്ന് എല്ലാവരും പറഞ്ഞു നോക്കി, എത്ര പേർക്ക് അറിയാമെന്ന് നോക്കിയേ. കമോൺ, ലെറ്റ്സ്. ഏതെങ്കിലും ഒരു നിയമം നമുക്ക് പറയാമോ? നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയമം എന്താണ്? കൈ വരുന്നില്ല ആരുടെയും. എന്താ എൻ്റെ ചാറ്റ് ബോക്സ് ഓഫായി പോയ? യെസ് 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 യെസ്, വന്നു. ചാറ്റ് ബോക്സിൽ എത്താനുള്ളൊരു സമസ്യയായിരുന്നു അല്ലേ? എല്ലാവരും ഏക അഭിപ്രായം പറയും, യാതൊരു ഡൗട്ടും ഇല്ല അതിന്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നത്തിങ് അതർ ദാൻ നിങ്ങൾ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും വേണ്ട ആകർഷക നിയമം എന്ന് പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് പറയുന്ന മുഴുവൻ വിഷയങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് സർപ്രൈസ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഊഹിക്കാം കേട്ടോ. എന്തായാലും ശരി, ഇതിവിടെ നിങ്ങൾ എല്ലാവരും മാനിഫെസ്റ്റേഷൻ കോഴ്സ് ക്ലാസ്സുകളൊക്കെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഒരുപാട് കേട്ടവരായിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ ഇതൊക്കെ നമ്മൾ കണ്ടതാ, പണ്ട് ജഗതി പറഞ്ഞല്ലേ. ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ KK ജോസഫ്, അല്ല ഇന്നസെന്റ് പറഞ്ഞ പോലെ. പക്ഷെ ഇതൊന്നും നമുക്ക് വർക്ക് ചെയ്യുന്നില്ലല്ലോ സാറേ. ഇത് പറഞ്ഞു പോകും, ഇത് വർക്ക് ചെയ്യുന്നില്ല അല്ലേ? ഇങ്ങനൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഇതൊക്കെ കുറെ കേട്ടതാ. എന്തുകൊണ്ടായിരിക്കും സംഭവിക്കാത്തത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും പറയുന്നതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നൊക്കെ വലിയ ഗഗനമായിട്ട് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നുമില്ല, ഇഷ്ടം ഇഷ്ടത്തെ ആകർഷിക്കുന്നു, അല്ലെങ്കിൽ സമാനതകൾ പരസ്പരം ആകർഷിക്കുന്നു. ഇതൊക്കെ കുറെ കേട്ടതാ. പക്ഷെ ഇതെന്താണ് ഈ സാധനം? ഇതെങ്ങനെയാണ് ഈ സമാനതകൾ പരസ്പരം ആകർഷിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മറ്റൊരു നിയമമാണ്, മുകളിൽ എപ്രകാരമോ താഴെയും അപ്രകാരം, അകത്തെപ്രകാരമോ പുറവും അപ്രകാരം. ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സുഖമാണ്. പക്ഷെ ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ സംഭവത്തെ നമ്മുടെ തലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തതല്ലേ നമ്മുടെയൊക്കെ ഇത് ലഭിക്കാത്തതിന് പ്രധാന കാരണം ആണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? സംഭവം നിയമമല്ല ഞങ്ങൾക്കറിയാം, പക്ഷെ ഇത് നമ്മുടെ ഉപബോധ മനസ്സിൽ എത്താത്തതാണ്, അല്ലെങ്കിൽ നമ്മളിത് പ്രാക്ടിക്കൽ ആക്കാത്തതല്ലേ നമ്മുടെ വിഷയം ആണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ സംഭവം വളരെ സിമ്പിൾ അല്ലേ? സമാനതകൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നു. വലിയ കോളിളക്കമൊന്നും ഇല്ലല്ലോ, വലിയ ഭാരമുണ്ടോ? ഞാനിത് പറയുമ്പോൾ വലിയ ഭാരമുള്ള സംഭവമാണോ? ഞാൻ പണ്ട് എപ്പോഴും പറയുന്നൊരു കഥയാണ്, ഇപ്പോഴും മറക്കാത്ത. ഇന്നലെയും ഞാൻ എൻ്റെ സാറിനോട് ചോദിച്ച കഥയാണ്. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 500 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിയൊരു വാക്ക്. അത്രയൊന്നും ഭാരം ഇതിനില്ലാന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുട്ടോ. പൈത്തഗോറസ് തിയറം 500 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതി. എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അല്ലേ? അത് ഭയങ്കര അന്ന സമയത്ത് അതൊക്കെ പഠിക്കാൻ ഇത്ര എളുപ്പമാണോ? ഇതിപ്പോ ഇഷ്ടത്തെ ആകർഷിക്കുന്നു. ആർക്കാ മനസ്സിലാവാത്ത ഫണ്ടമെന്റലായിട്ട് വലിയ സംഭവം ഉണ്ടോ? ഇല്ല. എന്നിട്ട് പോലും ഇത് വരുന്നില്ല അല്ലേ? എന്തുകൊണ്ടായിരിക്കും? എവിടെയാണ് നമുക്ക്, അല്ലെങ്കിൽ എവിടെയാണ് ഈ നിയമത്തിന് പാളിച്ച പറ്റുന്നത്? ഇവിടെ പാളിച്ച പറ്റുന്നത് നിയമത്തിനാണോ നമുക്കാണോ? ഈ നിയമം സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. നമുക്ക് പാളിച്ച പറ്റുന്നത് ഈ നിയമമാണോ പാളിച്ച, അല്ല നമ്മളാണോ പാളിച്ച? നമുക്കാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഇനിയിപ്പോൾ ആരും പ്രത്യേകിച്ച് പറയേണ്ടതെല്ലാം പറയും ഇതല്ല ശരിയാണ്, അതെ സംഭവം ശരിയാണ്, പക്ഷെ എനിക്കത് മാറ്റാൻ പറ്റുന്നില്ലല്ലോ.
എനിക്കിത് ലഭിക്കുന്നില്ലല്ലോ എന്നാണ് വിഷയം. അപ്പോൾ ഞാൻ നിയമങ്ങളൊന്നും പറഞ്ഞിട്ട് നിങ്ങളെ കുറേ സമയം എടുക്കുന്നില്ല. കാരണം നിയമങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ മാറ്റം നമുക്കാണ് ആവശ്യമെന്ന് അറിയാം. അപ്പോൾ എവിടെയാണ് ഈ സാധനത്തെ പിടിച്ച് തിരിക്കേണ്ടത്? നമ്മളെ മനസ്സാണ് വിഷയമെന്ന് നമുക്ക് മനസ്സിലായി. കമോൺ, ദാറ്റ് ഈസ് ഇറ്റ്. നെഗറ്റീവാണ് വരുന്നത്. എന്തുകൊണ്ടാണ് പെങ്ങളെ ഈ നെഗറ്റീവ് മാത്രം വരുന്നത്? അത് എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത്? മനസ്സിന് രണ്ടിൻ്റെയും കഴിവുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാക്കാനുള്ള കഴിവ് മനസ്സിനുണ്ട്. അത് എപ്പോഴും ഉണ്ടാകും. നമുക്ക് മാത്രം എന്തേ ഈ നെഗറ്റീവ്? എന്ത് പറയുമ്പോൾ തുടങ്ങുമ്പോഴും എനിക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ, സാറ് കേൾക്കും. ഇന്നൊരാളെ എനിക്ക് വന്നു, ഒരു മണിക്കൂർ സംസാരിച്ചപ്പോൾ അയാൾക്ക് ഒരു പ്രശ്നവും അയാൾ പറഞ്ഞില്ല. പക്ഷെ ആള് ജോലിയില്ല, കാലങ്ങളായിട്ട് ജോലിയില്ലാതിരിക്കുകയാണ്, ഇതുവരെ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല. പക്ഷെ പ്രശ്നം ഇല്ല എന്നുവെച്ചാൽ പ്രശ്നമുള്ള വാക്കേ ഉപയോഗിച്ചില്ല. ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും തരണ്ട, നിങ്ങൾ നാളെ മുതൽ എൻ്റെ ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് കയറിക്കും, നിങ്ങൾ കാശും തരണ്ട. കാരണം ഒരു വിഷയവും ഇല്ലാത്ത ആളാണ്. പിന്നെ അയാൾക്ക് പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തില്ലേ പിന്നെ ആർക്ക് ചെയ്യാൻ പറ്റും? ശുഭാപ്തി വിശ്വാസം മാത്രമേ നമ്മളെ മുന്നോട്ട് നയിക്കുകയുള്ളൂ എന്ന് റിപ്പീറ്റഡായി പറയുന്നു. എത്രയും ദിവസം നിങ്ങൾ അത് കൊണ്ടു നടക്കുന്നുവോ അന്ന് മാത്രമേ നിങ്ങളിൽ മാറ്റമുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി വിഷയം കൃത്യമായി പറഞ്ഞു തരാം. എവിടെയാണ് വിഷയം ഉണ്ടാവുന്നത് എന്ന്, എവിടെയാണ് വിഷയം അല്ലേ? അത് നമുക്കറിഞ്ഞാൽ കുറേയൊക്കെ മാറ്റാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങൾക്ക് വിഷയം ഉണ്ടാവുന്നത് എവിടെയാണെന്ന് ഒരു 4-5 പോയിന്റുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ എത്ര പേര് അത് മാറ്റാൻ തയ്യാറാണ്? അത് മാത്രം എന്നോടൊന്ന് പറയുക, ടൈപ്പ് ചെയ്യുക. ഞാൻ റെഡിയാണ് സാർ. എൻ്റെ ക്ലാസ്സിൽ വന്നവർ വേണ്ട കേട്ടോ, ഇപ്പോൾ ക്ലാസ്സിൽ ഓൾറെഡി ജോയിൻ ചെയ്തവർ വേണ്ട കേട്ടോ, നിങ്ങളെ ഞാൻ മാറ്റിയിരിക്കും. അതിന് യാതൊരു തർക്കമില്ല. നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ മാറ്റിയിരിക്കും, അത് ഉറപ്പാണ്. ക്ലാസ്സിൽ വരാതെ യൂട്യൂബിൽ ഇപ്പോൾ കാണുന്നവരോടാണ് ചെയ്തത്. കാരണം നിങ്ങൾക്ക് എന്നെ നേരിട്ട് കിട്ടില്ല. മറ്റേ നിങ്ങൾ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്ക് 3 നേരം എനിക്ക് കിട്ടും. ഞാനല്ലെങ്കിൽ നിങ്ങളോട് പറയും ഇതിങ്ങനെ മാറ്റിയേ പറ്റില്ല. ചിലപ്പോൾ ഞാൻ വിളിച്ചു പറയും, അതെ ജരീരെ ഈ പരിപാടി ഇവിടെ പറ്റില്ല കേട്ടോ, ഒരു പരിപാടിയും പറ്റില്ലെന്ന് കൃത്യമായി വിളിച്ചു പറയും. അതിനനുസരിച്ച് മാത്രമേ മാറ്റപ്പെടുത്തൂ. ആരും റെഡിയല്ലേ? ആരും ടൈപ്പ് ചെയ്തില്ല, ഞാൻ കാണാനായിട്ടാണ്. ആകെ 4-5 ആൾ മാത്രം, ബാക്കി 100 ആൾക്കാരും നിങ്ങൾ മാറാൻ തയ്യാറല്ല. എന്തിനാ എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് സമയം കളയുന്നത്? നിങ്ങൾ പോയി വല്ല ടിവിയും കാണും. അവിടെ പിണറായി ചീത്ത വിളിക്കുന്നുണ്ടാവും, മോഹൻലാലിന് ചീത്ത വിളിക്കും. അത് കണ്ട് സംതൃപ്തിയാണ്. മാറണമെങ്കിൽ നിങ്ങൾ തയ്യാറായാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു സത്യത്തിന് നിങ്ങളെ മാറ്റാൻ സാധിക്കില്ല. നെഗറ്റീവ് അടിച്ചങ്ങനെ ഇരിക്കുക. അത് എൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കള്ളു കുടിച്ചൊരു മർക്കടനെ തേള് കടിച്ചൊരു ചെറിയ ഗതിയായി എന്ന് പറയുന്ന പോലെ അടുത്ത് കുറച്ചും കൂടി മറ്റവരെ വിളിച്ചിട്ട് എനിക്ക് സുഖം തന്നെയല്ലേ എന്ന് പറയുമ്പോൾ അവരും പറയും, അയ്യോ എൻ്റെ പോയേ, എൻ്റെ അത് പോയി. അതും കൂടി കേട്ടിട്ട് സുഖമായിട്ട് ഉറക്കമില്ലാതെ രാത്രി കളയുക. അല്ലേ? റെഡി ആയവർ ഇല്ല, എന്നിട്ടും ആൾക്കാർ റെഡി അല്ല കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പോലും റെഡിയല്ല. ഓക്കെ, റെഡി, സൂപ്പർ റെഡി. നോക്കൂ, നമ്മുടെ ആകർഷണ നിയമത്തിൽ പറയുന്ന ഒരു കാര്യം സമാനതകൾ പരസ്പരം ആകർഷിക്കപ്പെടും എന്നാണ്, അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇതിന് കുറേ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല, എല്ലാവർക്കും ഇതറിയാം. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാവരും റെഡിയാണ്. ശരിയാണ് സാറേ, ഞാൻ ചിന്തിക്കുന്നതാണ് എനിക്ക് സംഭവിക്കുന്നത് എന്നറിയാം. എന്തുകൊണ്ടാണ് നമ്മളുടെ ചിന്തകൾ അങ്ങനെ ആയിപ്പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ മാറ്റമുണ്ടാക്കാൻ എന്ത് മാറ്റിയാൽ മതി? ചിന്തിക്കുന്നത് നമ്മളല്ലേ, മറ്റാരുമല്ലല്ലോ ചിന്തിക്കുന്നത്. നമ്മളെ ചിന്തകൾ നമ്മളല്ലാതെ വേറെ ആരും വന്നിട്ടാണോ? ദിനേശ് സാറിന് ചിന്തകൾ നിങ്ങളാരും വന്നിട്ടാണോ മാറ്റുന്നത്? അല്ലെങ്കിൽ 1 കിലോ ചിന്ത പിടിച്ചോന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുമോ? ഇല്ലല്ലോ. ബി സീരിയസ് അബൌട്ട് ഇറ്റ്. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടാത്തതിനെ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റും? എല്ലാവർക്കും അല്ലട്ടോ. ഈ പ്രശ്നമുള്ളവരെ വിഷയം മാത്രമേ പറഞ്ഞുള്ളൂ, മറ്റുള്ളവരല്ലട്ടോ. നിങ്ങൾ ചിന്തിക്കുന്നത് വേണ്ടത് തന്നെയാണ്. വിഷയമുണ്ടാകുന്നവർ
അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അതിന് നേരെ വിപരീതമായി ചിന്തിക്കുന്നത്. അത് മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെയാണ് 21 ദിവസത്തെ പ്രോസസ്സിലൂടെ നിങ്ങളെ മാറ്റപ്പെടുത്താൻ സാധിക്കുന്നതെന്ന് മാത്രം പറഞ്ഞു പോകാം. ബാക്കി അപ് ടു യു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് 21 ദിവസത്തെ എൻ്റെ കോഴ്സും തരാം. മനസ്സിലായല്ലോ? അതിലൂടെ വന്നിട്ട് നിങ്ങൾ മാറ്റാൻ തയ്യാറായവർ മാറ്റിക്കോളും. ഒരു ഓഫറും തരാം, നിങ്ങൾക്കൊരു ചാൻസ് തരാം. ഇല്ലയോ, നിങ്ങൾ വീണ്ടും വീണ്ടും കുറച്ച് പതുക്കെ കോഴ്സിന് വന്നില്ലെങ്കിലും പതുക്കെ മാറ്റാൻ നോക്കൂ. എന്നാലും മാറ്റം അനിവാര്യമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എഴുതി വെച്ചോളൂ. എല്ലാവരുടെ കയ്യിലും പുസ്തകം ഉണ്ടല്ലോ, എഴുതി വെച്ചോളൂ. എനിക്ക് മാറ്റം അനിവാര്യമാണ്. ഇത് എഗ്രി ചെയ്തവർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. മാറ്റം വേണ്ടാത്തവർ എഴുതരുത്. വേണമെന്ന് എല്ലാവർക്കും അറിയാലേ. 100 പേരും പറയും എനിക്ക് മാറ്റം വേണം. എനിക്കും വേണം മാറ്റം, അല്ലേ? ദിനേശ് മുങ്ങത്തിനും വേണം മാറ്റം. പോരെ? വേണ്ടേ? എനിക്കും വേണം മാറ്റം. ഞാൻ ഇങ്ങനെ മതിയോ? അടുത്ത തലത്തിലേക്ക് പോകണമെങ്കിൽ എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് അടുത്ത തലത്തിലേക്കാണ്. മനുഷ്യൻ പോയി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയപ്പോൾ അവൻ ചിന്തിച്ചു എങ്ങനെ ചന്ദ്രനിലെത്താം, അത് കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിച്ചു എങ്ങനെ ചൊവ്വയിലെത്താം, അത് കഴിഞ്ഞിട്ട് അവൻ ചിന്തിക്കുകയാണ് എങ്ങനെ സൂര്യനിലെത്താം. മനുഷ്യൻ സദാ ഇങ്ങനെയായിരിക്കണം. അതാണ് മനുഷ്യ പ്രകൃതിയെങ്കിൽ. എനിക്ക് അടുത്ത ലക്ഷ്യങ്ങളുണ്ട്. ഇവിടെ 100 തികഞ്ഞു. ഇനി അടുത്ത ദിവസം ഇത് അപ്ഗ്രേഡ് ചെയ്യണം, 500ലേക്ക് മാറ്റണം, അല്ലേ? അപ്പോഴല്ലേ 500 ഇല്ല. ഇനി ഇതൊരു എക്സാമ്പിൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കേട്ടോ. ഇപ്പോൾ ഇവിടെ 100 തികഞ്ഞു, എൻ്റെ ലിമിറ്റ് കഴിഞ്ഞു, എൻ്റെ ബോള് നിറഞ്ഞിരിക്കുന്നു. ഇനി ഞാനിത് കൂട്ടാതിരുന്നാൽ അയ്യോ 100 കഴിഞ്ഞു, 100 കൂടുതൽ ആരും വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? സാധ്യമാണോ അത്? ഈ സാധനം കൂട്ടണ്ടേ? ഇല്ലെങ്കിൽ ഇതിലേക്ക് ആൾക്കാർക്ക് വരാൻ പറ്റുമോ? ഇതേപോലെ നമ്മുടെ ലിമിറ്റിംഗ് ആയ ചിന്തകളെ മാറ്റണം. അപ്പൊ നേരത്തെ എഴുതി വെച്ചല്ലോ, മാറ്റം എനിക്ക് അനിവാര്യമാണ്. ഇനി മാറ്റം അനിവാര്യമാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം അവിടെ വിട്ടു കേട്ടോ. ഇന്നലെ ഒരാളും പോസ്റ്റ് ഇട്ടില്ല. നിങ്ങൾ ഇത് എഴുതി വെച്ച സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടില്ല കേട്ടോ ഗ്രൂപ്പിൽ. ഞാനത് മറന്നുപോയി. ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? പുസ്തകത്തിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എഴുതാൻ ആരും എഴുതിയില്ല. നല്ല ആൾക്കാരട്ടോ. ഇവിടെ ഒന്ന് 1 മണിക്കൂർ കേട്ടിട്ട് നേരെ കിടന്നിറങ്ങി, രാവിലെ പോയി ജോലിക്ക് പോയി, വൈകിട്ട് വന്ന് വീണ്ടും ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വന്നു പോയി. ഇതാണ് പരിപാടി. എഴുതിയവരുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ധൈര്യപൂർവ്വം ഇടണം. ഞാൻ കണ്ടു കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് ഏത് അത്ഭുതമാണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഗിഫ്റ്റ് അയച്ചു തന്നെന്ന് വരും, പറയാൻ പറ്റില്ല. നിങ്ങൾ എഴുതിയവർക്ക് നോക്കിയിട്ട്. അപ്പൊ എല്ലാവരും എഴുതിയിട്ടുണ്ടോ? ആരൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഐ എന്ന് ടൈപ്പ് ചെയ്ത് മീ എഴുതിയവർ മീ പറഞ്ഞ് എത്ര പേരുണ്ട് നോക്കട്ടെ. അത്രയും ഞാനിവിടെ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുക. ഇത്രയും സമയം ഞാനിവിടെ തൊണ്ട പൊട്ടിച്ച് നിങ്ങളാരും ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താ ചെയ്യാം? ആരും ഇല്ലല്ലേ? എന്നാ ഞാൻ ടൈപ്പ് ചെയ്യാം. ഞാൻ എഴുതി വെച്ചു, ഞാൻ മീന്നെഴുതാം, വേറെ ആരും ഇല്ലെങ്കിൽ. ഇപ്പൊ എഴുതി. യെസ്, കുറച്ച് എഴുതിയത് കംപ്ലീറ്റ് ചെയ്യൂ, കുറച്ചാക്കരുത്, കംപ്ലീറ്റ് ചെയ്യണം. ഇനി എഴുതാൻ സമയമുണ്ട് നിങ്ങൾക്ക്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അവനവന് വേണ്ടി മാറ്റിവെക്കാൻ അവനവന് സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പ്രകൃതിക്കും സമയമുണ്ടാവില്ല. മനസ്സിലായോ? അവനവന് വേണ്ടി മാറ്റിവെക്കാൻ അവനവന് സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പ്രകൃതിക്ക് സമയമുണ്ടാവില്ല. ദൈവത്തോട് പോലും ചൊടിച്ചു നിൽക്കുന്ന ആൾക്കാരുടെ കാലമാണ് നമ്മുടെ, അല്ലെ? അപ്പൊ പിന്നെ അതിനൊന്നും വലിയ പ്രസക്തിയില്ലല്ലോ. യെസ്, ഓക്കെ, ശരി. അപ്പോൾ എഴുതാത്തവരും വീണ്ടും എഴുതുക. എനിക്ക് എൻ്റെ കഴിവുകളും കഴിവുകേടുകളും എൻ്റെ ശക്തിയും എൻ്റെ എന്താ പറയാ വീക്ക്നെസ്സും എന്നുള്ളത് എഴുതി വെക്കുക. എന്നിട്ട് അടുത്ത് നോക്കുക നിങ്ങൾ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കോമ്പറ്റീഷൻ നിങ്ങളെല്ലാവരും ഗ്രൂപ്പിൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് 21 ദിവസം കൊണ്ട് എങ്ങനെയാണ് മാറ്റപ്പെടുന്നത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം.
ഒന്നാമതായി നമ്മൾ അവിടെ ചെയ്യേണ്ടത്, ഇപ്പൊ നേരത്തെ പറഞ്ഞു മാറ്റം വരേണ്ടത് എൻ്റെ മനസ്സിലാണ്, എൻ്റെ ചിന്തയിലാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുക? ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന പ്രക്രിയ ആ സ്ഥലം ഏതാണെന്ന് നിർണയിക്കുകയാണ് ചെയ്യുക, അല്ലെ? ഇന്ന സ്ഥലത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. തിരുവനന്തപുരത്തേക്ക് പോകണം, കാസർഗോഡേക്ക് പോകണം, അബുദാബിക്ക് പോകണം, ദുബായിക്ക് പോകണം എന്നുള്ള ഒന്നാമത്തെ ലക്ഷ്യം എന്താണെന്ന് തീരുമാനിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിഷയമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഏതെങ്കിലും കാര്യത്തിൽ ഒരു ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രശ്നത്തിലിരിക്കുകയല്ല വേണ്ടത്, ഇതിനെന്താണ് പരിഹാരം എന്ന ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞാലേ എല്ലാ കാര്യങ്ങളും തൊട്ട്. നിങ്ങൾക്ക് വിഷയമുണ്ട്, അത് നിങ്ങൾ റിപ്പീറ്റ് എനിക്കൊരു പ്രശ്നമുണ്ട് എന്നത് സത്യമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ആരോട് പറഞ്ഞാലും നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം തീരില്ല എൻ്റെ സഹോദരങ്ങളെ. കാരണം അത് മറ്റുള്ളവരോട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ആ പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാമാന്യമായ ഒരു മനഃശാന്തി മാത്രമേ അതിലത്ത് ലഭിക്കുള്ളൂ. മറ്റൊരാൾക്കും നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല അൺലെസ് യുവർ സെൽഫ് സോൾവ് ഇറ്റ്. നിങ്ങൾ സോൾവ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളുടെ ഒരു പ്രശ്നവും ഒരാൾക്കും സോൾവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ പറയണമെന്ന് വെച്ചാൽ അത് നമ്മുടെ മാനുഷികമായ ഒരു കാര്യമാണ്. അത് പറയേണ്ടടുത്ത് പറയുമ്പോൾ ഓർക്കുക, ഇവരല്ല എൻ്റെ പ്രശ്നം സോൾവ് ചെയ്യുന്നത്, ഞാൻ തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ ഇവർക്കൊരു വഴികാട്ടിയാവാൻ സാധിക്കും. ഇതാണ്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കി എഴുതി വെക്കുക. നിങ്ങൾ ഏത് വിഷയത്തിലൂടെ കടന്നു പോയിക്കോട്ടെ, ഇപ്പോൾ നല്ലത് വേണോ എഴുതി വെക്കൂ, മോശം വേണോ എഴുതി വെക്കൂ. ആരും മോശം എഴുതി വെക്കില്ല കേട്ടോ. മോശമുണ്ടെങ്കിൽ നല്ലത് എഴുതി വെക്കൂ, നല്ലതുണ്ടെങ്കിൽ അതിന്റെ ബെറ്റർമെന്റ് എഴുതി വെക്കൂ. എന്താണ് നിങ്ങൾക്ക് ആവശ്യം? ഇവിടെ വന്ന് ദിനേശ് സാറേ ഒരു കാര്യം പറയാണ്ട്, എനിക്കൊരു സങ്കടം പറയാണ്ട്, പ്രശ്നം പറയാണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പറയണ്ട, നിങ്ങൾ എഴുതി വെക്കൂ. എന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്നോട് നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, ഉത്തരം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആലോചിച്ചെന്നാൽ നിങ്ങൾക്ക് ആ ഉത്തരം അവിടെ കിട്ടും. അപ്പോൾ ആഗ്രഹം വ്യക്തമായി എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അത് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ രൂപം എന്താണ്, ഭാവം എന്താണ്, അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക്കായി പഠിക്കുന്നു. നിങ്ങളുടെ ചിന്തകളെ മാറ്റുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് വികലമാണെങ്കിൽ ആ ചിന്തകളെ കൃത്യമായ രീതിയിൽ പാറ്റേണിലൂടെ മാറ്റപ്പെടുത്തി ചിന്തകളെ ശരിയാക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ പറയുന്നതെല്ലാം മാറ്റി മറ്റൊരു രീതിയിൽ പറയാൻ തുടങ്ങും. ഇവിടെയാണ് ഒന്നാമത്തെ പ്രക്രിയ നടക്കുന്നത്. രണ്ടാമത്, നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ പറഞ്ഞ കാര്യത്തെ, അതിന് പറയുന്ന പേരാണ് ദൃഢമായ വിശ്വാസം. ഒന്നാമത്തെ, നിങ്ങൾ ആഗ്രഹം എഴുതി വെക്കുക. ആഗ്രഹം എന്താണെന്ന് വ്യക്തമാക്കുക. എഴുതി വെക്കുക എന്നല്ല, വ്യക്തമാക്കുക. പണ്ട് മമ്മൂട്ടിയുടെ സിനിമ ഉണ്ടായിരുന്നു, നയം വ്യക്തമാക്കുക എന്ന് പറയുന്ന പോലെ. അതുപോലെ ആഗ്രഹം വ്യക്തമാക്കുക. രണ്ടാമത്തെ കാര്യം, ദൃഢമായ വിശ്വാസം. അതായത് നിങ്ങൾ എന്താണോ തീരുമാനിച്ചത് അത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് നടത്തുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഞാൻ നിങ്ങളെ ഓരോ രീതിയിലും ഫീഡ് ചെയ്ത് നിങ്ങൾക്ക് അത് ഉണ്ടാക്കിത്തരും. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ വന്നപ്പോൾ കണ്ടല്ലോ, ആശയൊക്കെ പറഞ്ഞ എക്സാമ്പിൾ കണ്ടല്ലോ. ഒറ്റ സിറ്റിംഗ് ആണ് ആശയും ഞാനും തമ്മിൽ ഞങ്ങൾ കണ്ടിരുന്നത്. ഒരു ദിവസം 1 മണിക്കൂർ സമയമാണ്. ആ മണിക്കൂറിൽ ആശയ്ക്ക് കൊടുത്ത പോസിറ്റീവിനാണ് 2 ദിവസം കൊണ്ട് ആശയ്ക്ക് മിറാക്കിളായ വിശ്വാസം. അതുപോലെ ഓരോ ആൾക്കും സിജി ഇന്നലെ പറഞ്ഞതാണ്. അങ്ങനെ ഓരോ ആളും പറയാനുണ്ട്. ഒരാളെ ഇനി അമേസിങ് റിസൾട്ടുമായിട്ട് വരും. ഇത് അവർക്ക് കൊടുക്കുന്ന ആ ഒരു പ്രോഗ്രാമാണ്. ആ സമയത്ത് അവർ ബ്രെയിനിലെ സിസ്റ്റത്തെ മാറ്റപ്പെടുത്താൻ എൻ്റെ 2 വാക്കുകൾക്ക് സാധിക്കുമെങ്കിൽ അത് നൽകിയാൽ
നിങ്ങൾക്ക് മിറാക്കിൾ വരും. ഇപ്പൊ ബീന ഇന്നലെ എക്സാമ്പിൾ പറഞ്ഞു, ഇനിയും വെയിറ്റിംഗ് ആണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ആളും പറയുന്നുണ്ട്. അപ്പോൾ ഇത് വിശ്വസിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക എൻ്റെ സുഹൃത്തുക്കളെ. അത്ഭുതങ്ങൾ ഈ ലോകത്തുണ്ട്, ഇല്ലാതെ ഇല്ല. അതിൽ വിശ്വസിക്കുക, പൂർണ്ണമായി വിശ്വസിക്കുക. എൻ്റെ വിഷയം ഇതാണ്, ഇത് അത്ഭുതമായി സംഭവിക്കട്ടെ എന്ന് പറയൂ, സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്നലെയും പറഞ്ഞു, ശില്പ പറഞ്ഞ ഒരു ഉദാഹരണം അല്ലേ, അത്ഭുതം തന്നെയാണ് അല്ലേ ഓരോന്നും. എന്നിട്ട് ഒരു ചോക്ലേറ്റ് കൊണ്ട് ഒരാളെ മാറ്റപ്പെടുത്താൻ പറ്റുന്നത് കൂടി ഇന്നലെ ഉദാഹരണം പറഞ്ഞു. ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ എക്സാമ്പിളുകളാണ്. അപ്പോൾ ഇത് കൃത്യമായി. ഇനി മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എന്ത് ആഗ്രഹിക്കുന്നുവോ, എന്താണോ നമുക്ക് വേണ്ടത്, അതിനങ്ങ് നന്ദി പറഞ്ഞേക്കുക. ഒരു ചെലവില്ലാത്ത സാധനമാണ്. മനസ്സിനെ പാകപ്പെടുത്തിയാൽ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ എന്നതുകൊണ്ട് മനസ്സിനെ പാകപ്പെടുത്താൻ അത് പറഞ്ഞേ പറ്റുള്ളൂ. നന്ദി പറയുക, കൃതജ്ഞത പ്രകടിപ്പിക്കുക. ലഭിച്ചതിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനും ലഭിക്കാൻ പോകുന്നതിനും നന്ദി പറയുക. ഇത് കൃത്യമായി ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു, എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഇതിന് ഏതൊക്കെ ടെക്നിക്കൽ നിങ്ങൾ ഉപയോഗിക്കണം, ഏത് അഫ്രിമേഷൻസിലൂടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഡെയിലി ഞങ്ങൾ രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റിരിക്കുന്നു. എന്നിട്ട് പറയുന്ന 4-6 അഫ്രിമേഷൻസ് ആണ്. ഞാൻ ധനവാനാണ്, ഞാൻ സന്തുഷ്ടവനാണ്, ഞാൻ ഇതിങ്ങനെ പറഞ്ഞാണ് 3, 6, 8 പ്രാവശ്യമാണ് പറയുന്നത്. ഓരോ ആളും 10-40 പേര് ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ്. എന്താണെന്നൊരു 40 പേര് ഇരുന്നിട്ട് 3 പ്രാവശ്യം വെച്ച് ഒരാൾ പറയുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ സാധനം എത്ര പ്രാവശ്യം പതിഞ്ഞു എന്ന് ചിന്തിച്ചു നോക്കുക. 120 തവണ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സാധനം എത്തി. 100 പേര് വന്നിച്ച് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? 3 തവണ 300 പ്രാവശ്യം പറയും. പിന്നെ ഇത് പ്രോഗ്രാം ആവാതിരിക്കാൻ പറ്റുമോ ഈ ന്യൂറോൺസിന്? നമ്മളെ കബളിപ്പിച്ചിരിക്കാൻ പറ്റുമോ ഈ ന്യൂറോൺസിന്? പറ്റുകയില്ല സുഹൃത്തുക്കളെ. അതാണ് ഈ സെനർജിയുടെ പ്രത്യേകത, പറ്റുകയില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇനി നാലാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്കത് അനുഭവിക്കുക. നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുക, ദൃശ്യവൽക്കരിക്കുക നിങ്ങൾക്ക് കിട്ടേണ്ട സാധനത്തെ. ഞാനിത് ഈ ടേം പലവട്ടം ഇവിടെ പറഞ്ഞതാണ് കേട്ടോ. എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ചാൽ ഇതിന്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്. നമുക്ക് ഭാവനാത്മകമായി, എൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതാണ്, ഭാവനയുടെ പ്രസക്തിയെ പറ്റിയിട്ട്. ഭാവന ജീവിതത്തെ എങ്ങനെയാണ് മാറ്റപ്പെടുത്തുന്നത്, ഭാവന എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു ആർട്ടിക്കിൾ ഞാൻ ഒരു മാഗസിൻ കൊടുത്തിരുന്നു. അത് നിങ്ങൾക്ക് വേണം ഗ്രൂപ്പിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്. ഭാവനയില്ലെങ്കിൽ നമുക്ക് ഒന്നും സാധ്യമല്ല. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പൂർണ്ണമായും ഭാവനയിലാണ്. കാരണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നു, ദിനേശ് സാറിന്റെ വാക്കുകളിൽ നിന്നും എനിക്ക് മാറ്റമുണ്ടാകും. ഇത് കൃത്യമായ ഭാവനയാണ്. ഇത്രയും സിമ്പിളാണ് ഭാവന എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, അതിനാണ് കൃത്യമായി പറയുന്നത്, നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തുക. ഇത് സാധ്യമാവണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എൻ്റെ പുണ്യ സുഹൃത്തുക്കളെ. വേറെ ഒരു വഴികളും ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഇതിന് സിമ്പിളായിട്ടുള്ള വഴികളാണ്, എല്ലാവർക്കും ചെയ്യാം. ഇതിന് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പഠിച്ചവനെന്നോ പഠിക്കാത്തവനെന്നോ വലിയ പ്രൊഫസറെന്നോ ഡോക്ടറെന്നോ ഒരു വ്യത്യാസവും ഈ സാധനത്തിനില്ല. നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ സാധ്യമാകുന്നു. ഇതിന് പുതിയതായിട്ട് ഒരു സാധനം ഞാനിവിടെ പറയുന്നത്, ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഈ പറയുമ്പോൾ എല്ലാം നിങ്ങൾക്കറിയാം, ഇതെല്ലാം ഞാൻ പറയുന്നത് ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒന്നും വ്യത്യാസമില്ല. പക്ഷേ ഇതിന് എങ്ങനെയാണ് ചിന്താഗതിയിൽ മാറ്റം വരുത്തുക എന്ന ചോദ്യം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ചിന്താഗതിയിൽ മാറ്റം വരുത്തുക? ഈ ചോദ്യമുള്ളവർ ഒന്ന് പറയാം, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഒന്ന് പറയാം ഐ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ കേട്ടോ. എനിക്ക് സാമ്പത്തിക ഉന്നതി വേണം എന്നത് ആരോട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം ആരും നിങ്ങൾക്ക് കൊണ്ടുവന്ന് സാമ്പത്തിക ഉന്നതി തരില്ല. ആ വാക്കുകളാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയം.
എനിക്ക് സാമ്പത്തിക ഉന്നതി ഉണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ഈ ലോകം അബൻഡൻസ് നിറഞ്ഞതാണ്. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ ഇല്ലാത്തതായി ഒന്നും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ അത് ഉണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കാത്തത് മാത്രമാണ് ഇവിടുത്തെ വിഷയം. ആ പോയിന്റിലേക്ക് വേണ്ടല്ലേ? നമുക്ക് കുറെ പോകുന്നത്. ഞാൻ ഒരാൾ ചാറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞാണ്. ഉന്നതി വേണമെന്ന് ആരോടും പറയാൻ പറ്റില്ല. യൂണിവേഴ്സ്, അതായത് അത് സിമ്പിളായിട്ട് എടുക്കുക. എല്ലാവർക്കും ദാഹമുണ്ടാവും അല്ലേ? എല്ലാവർക്കും ദാഹമുണ്ട്. നിങ്ങൾ ദാഹിച്ച് നടന്നു പോകുന്ന വഴിയിൽ ഒരു തടാകം കണ്ടാൽ നിങ്ങൾ പോയിട്ട് അവിടെ വന്നിട്ട് തടാകത്തോട് പറയുമോ, തടാകമേ തടാകമേ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരൂ കുടിക്കാനായിട്ട്? തടാകമേ തടാകമേ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ കുടിക്കാനായിട്ട് എത്ര പേര് പറയും? പറയുന്നവർ പറഞ്ഞു ഞാൻ പറയുമെന്ന് ഒരാൾ പറഞ്ഞു. നിങ്ങൾ ചോദിക്കുമോ തടാകത്തോട്? നോ പറയുന്നവർ പറഞ്ഞു. നോ, ചോദിക്കില്ല, പറയില്ല, ചോദിക്കില്ല. എന്ത് ചെയ്യും നിങ്ങൾ? കൈ ഒന്ന് നേരെ തടാകത്തിൽ കുമ്പിളിൽ കോരും, ഒറ്റ കുടിയാണ്. വേറെ ഒരു ആക്ഷനും ഇല്ല അവിടെ. ഒരു മിനിറ്റ് ആലോചിക്കില്ല. ഇതാരും പഠിപ്പിച്ചു തന്നല്ല നിങ്ങളെ. ഏതെങ്കിലും സ്കൂളിൽ കയറി പഠിച്ചാണോ ഇത്? അല്ലെങ്കിൽ അച്ഛനമ്മയും പഠിപ്പിച്ചു തന്നാണത്? അല്ലെങ്കിൽ ഏതെങ്കിലും എന്നെ പോലുള്ള ഈ പറഞ്ഞ മണിക്കൂറുകൾ ഇവിടുന്ന് ഭാഷ നേരുന്ന ഗുരുക്കന്മാർ പറഞ്ഞു തന്നാണോ അത്? ഒന്നുമല്ല. ദാഹിക്കുന്നു, പോയി കുടിക്കുക, ഇത്രയേ ഉള്ളൂ. ഇതേ സിസ്റ്റം തന്നെയാണ് യൂണിവേഴ്സിൽ ഉള്ളത്. ഇവിടെ എല്ലാം നിറഞ്ഞിരിപ്പുണ്ട്. നിങ്ങളത് ഉണ്ടെന്ന് അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമാണ് വിഷയം. ആ അംഗീകാരം ചെയ്യണം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ആ കമന്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാണ്. ഇനി നമുക്ക് തിരിച്ചു പറയാം. ചിന്താഗതിയിൽ മാറ്റം വരണം. എല്ലാവർക്കും ആവശ്യമുണ്ടല്ലേ? യെസ് പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം. നിങ്ങൾക്ക് വേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നു? പറഞ്ഞ ആൻസർ ആരെങ്കിലും പറഞ്ഞേ. നിങ്ങൾക്ക് വേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നു? ആലോചിക്കണം അല്ലേ? എനിക്ക് വേണ്ടി ഇപ്പൊ എന്താ സമയം? രാവിലെ എഴുന്നേൽക്കുന്നു, അടുക്കളയിൽ കയറുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി. നമ്മൾ മറ്റുള്ളവർ രാവിലെ എഴുന്നേൽക്കുന്നു, കുറച്ച് വീഡിയോ കാണുന്നു, പിന്നെ ഓഫീസിൽ പോകുന്നു, മാർക്കറ്റിൽ പോകുന്നു, വരുന്നു, വന്നിട്ട് കുറച്ച്, അല്ലേ? ഇതെല്ലാവരും ചെയ്യുന്ന പ്രോസസ്. നിങ്ങൾക്ക് വേണ്ടി ഓൺ ടൈം, സ്വയം, എന്താ പറയുക, സ്വയം നൽകുക എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. സ്വയം നൽകുക. നിങ്ങൾക്ക് വേണ്ടി എന്താണ് നൽകുന്നത് ഒരു ദിവസം? നിങ്ങൾ ഇപ്പോഴൊന്ന് എഴുതി വെച്ചേ. നിങ്ങൾക്ക് വേണ്ടി നൽകിയ ഇന്ന് ഈ 100 പേരും, 100 ഞാനുണ്ടല്ലേ? ഓക്കെ, 100 പേരിൽ നിങ്ങൾക്ക് വേണ്ടി നൽകിയ സമയം ഒന്ന് പറയാമോ? ഒന്ന് എഴുതാമോ? ഞാൻ ഇത്ര സമയം ഇന്ന് എനിക്ക് വേണ്ടിയാണ് നൽകിയത്. വളരെ വിരലിൽ എണ്ണാവുന്ന ഒരു 10 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂർ ഒക്കെ ഉണ്ടാവും. ഫുഡ് കഴിക്കാൻ നമ്മൾ റെഡിയാണ്. അത് പിന്നെ നമുക്ക് വേണ്ടി തന്നെ, സത്യമായിട്ടും അത് അംഗീകരിച്ചു കേട്ടോ. താങ്ക് യു. ഫുഡ് കഴിക്കാൻ നമുക്ക് വേണ്ടി, വേറെ ആർക്കും വേണ്ടി നമ്മൾ ഫുഡ് കഴിക്കാറില്ല. ഞാൻ അതൊന്നും അല്ല ചോദിച്ചത്. നമ്മളിപ്പോ സംസാരിക്കുന്നത് മനസ്സിന് വേണ്ടിയിട്ടാണ്. ഫുഡ് കഴിച്ചോ? 20 മിനിറ്റ് മെഡിറ്റേഷൻ, ക്ലാസ്സിൽ മുഴുവൻ കാണുന്നു, അത് 1 മണിക്കൂറായി അല്ലേ? ഇല്ല സുഹൃത്തുക്കളെ, ഇതെല്ലാം നമ്മൾ എന്ന് പറയുന്ന, ഞാൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഈ ശരീരമാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലേ? ഞാൻ ശരീരമല്ല, മനസ്സല്ല, ആത്മാവല്ല, അതിൻ്റെ അപ്പുറത്താണ് ശങ്കരാചാര്യർ പറഞ്ഞ പോലെ. ഞാൻ അത്രയൊന്നും പോകുന്നില്ല. ശരീരവും മനസ്സും ആത്മാവും കൂടി ചേർന്നാണ് ഞാൻ എന്നുള്ളത് സിമ്പിളായിട്ട് പോകാം. അതിലപ്പുറത്തേക്കുള്ള ആത്മീയതയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് വലിയ രീതിയിൽ പോകാനാണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ നൽകേണ്ട 3 കാര്യത്തെ പറയാം. ഒന്ന്, നിങ്ങൾക്ക് വേണ്ടി സമയം നിങ്ങൾ കണ്ടെത്തണം. സെൽഫ് ടൈം എന്ന് പറയും, അല്ലെങ്കിൽ ഓൺ ടൈം എന്ന് പറയും. ഇത് നിങ്ങൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. മാറ്റം ഉണ്ടാക്കാൻ ഒന്നാമത്തെ പ്രോസസ് അതാണ്. ഇല്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പറ്റണം എന്നുണ്ടെങ്കിൽ, തോറ്റുപോയിട്ടുണ്ടെങ്കിൽ,
തോറ്റുപോയതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ നിങ്ങളുമായി ചേർന്ന് നിന്നില്ല എന്ന് ഞാൻ പറയും. നിങ്ങൾ നിങ്ങളുമായി ചേർന്ന് നിന്നില്ല എന്ന് പറയും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വന്നോളൂ, ഞാൻ നിങ്ങളുടെ സംസാരത്തിൽ നിന്നും അത് എടുത്തു കാണിച്ചു തരാം. നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് എവിടെയാണ് പാളിച്ച പറ്റിയത്, എവിടെയാണ് തെറ്റ് പറ്റിയതെന്നും തെറ്റ് പറ്റിക്കൊണ്ടിരിക്കുന്നതെന്നും. കടമ്പൂത്ത് വരുന്നവരെല്ലാവരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് പാളിച്ച പറ്റിയത് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നോ നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ്, അത് ശ്രദ്ധിക്കുന്നില്ല. Yes, Mini Varghese, you said it very correctly that you spend time for the people, not for you. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നല്ല കാര്യമാണ്. ജനസേവനം ഇറ്റ്സ് എ ഗുഡ് തിങ്സ്. ബട്ട് എന്നെ സേവിക്കാത്ത എനിക്ക് എങ്ങനെയാണ് അപരനെ സേവിക്കാൻ പറ്റുക? ഇന്നലെ ഞാൻ പറഞ്ഞു, എൻ്റെ പുസ്തകത്തിൽ പറയുന്ന അവനവനെ സ്നേഹിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ പറയുന്ന കാര്യമുണ്ട്. ആദ്യം അവനവനെ സ്നേഹിക്കുക, അവനവന് വേണ്ടി ജീവിക്കുക. അത് ചെയ്താൽ മാത്രം മതി, സമൂഹമൊക്കെ അതിൻ്റെ ഭാഗമായി വരും. ഞാൻ എന്ന് പറയുന്നത് എന്നെ ഞാൻ സ്നേഹിച്ചാൽ അത് സമൂഹത്തെയാണ് എന്നോർക്കുക. കാരണം ഞാൻ ഒരു സിംഗിൾ അല്ല, ഒരു വ്യക്തിയല്ല. ഇതെല്ലാം കൂടുമ്പോഴാണ് ഞാനായി മാറുന്നത്. അങ്ങനെ വിശാലമായ കാഴ്ചപ്പാട്. അത് കുറേ കാര്യം ആത്മീയതയിൽ വളരെ ഡീപ്പായിട്ട് പറയേണ്ട കാര്യമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സിമ്പിളായിട്ട് പറയാം. അപ്പോൾ പെട്ടെന്ന് തീർക്കണമല്ലേ നമുക്ക്. അവരവന് വേണ്ടി സമയം കണ്ടെത്തുക. നിങ്ങൾ ഇന്ന് നിശ്ചയിക്കുക, ഇന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുക, എനിക്ക് വേണ്ടി ഞാൻ സമയം ചെലവഴിക്കും. അതെന്ത് ചെയ്യണമെന്ന് നമുക്ക് മറ്റൊരു രീതിയിൽ ആലോചിക്കാം. നിങ്ങൾ എത്ര മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാണ് റെഡിയാക്കാൻ? നിങ്ങൾ തീരുമാനിച്ചെഴുതുക. ഞാൻ വീണ്ടും പറയുന്നില്ല, ഇതെല്ലാം നിങ്ങളുടെ തീരുമാനം. രണ്ടാമത്തെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ഞാൻ പലരും പറയുമ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു സാധനം, എവിടെയാണ് തെറ്റുപറ്റുന്നത് എന്ന്, എവിടെയാണ് നമ്മുടെ ചിന്തകളെ വികലമാക്കുന്നത് എന്ന് വെച്ചാൽ ആശയവിനിമയത്തിലുള്ള പാളിച്ചയാണ്. വികലമായ ആശയവിനിമയമാണ് നമ്മുടെ മിക്ക പ്രശ്നങ്ങളിലെ പ്രധാന കാരണം. അപ്പോൾ ചെയ്യേണ്ടത് ഗൗരവപരമായ ആശയവിനിമയം. നിങ്ങൾ എന്താണോ പറയുന്നത് അതിന് ചിന്തിക്കുക, ചിന്തിച്ച് പറയുക. പോസിറ്റീവായി നിൽക്കണമെങ്കിൽ പോസിറ്റീവ് തന്നെ ചിന്തിക്കണം. അപ്പോൾ പോസിറ്റീവ് സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ചിന്തിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ സംസാരിക്കുന്നത് നെഗറ്റീവ് ആകും. അപ്പോൾ നമുക്ക് സംസാരിക്കുന്നത് നെഗറ്റീവ് ആവരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സംസാരിക്കുന്നത് നെഗറ്റീവ് ആവരുത് നല്ല ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലേ. ഞാൻ നെഗറ്റീവ് സംസാരിക്കാൻ പാടില്ലെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ വായിന്ന് വരുന്ന അതാണ്. എന്ത് ചെയ്യണം? ചിന്തകൾ പോസിറ്റീവ് ആക്കണം. നിങ്ങൾ ചിന്തിക്കുന്നത് പോസിറ്റീവാണെങ്കിൽ സംസാരിക്കുന്നത് പോസിറ്റീവായിരിക്കും. വേറൊന്നുമില്ല അതിനകത്ത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് തന്നെ സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ആശയവിനിമയം അതേ സംഭവിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന നെഗറ്റീവാണ്. ഞാൻ പലപ്പോഴും ആൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയും, ഒരു മിനിറ്റ് പോസ് ചെയ്യുക, ആ വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടതാണോ എന്ന് പറയാറുണ്ട്. അതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചിന്തിച്ചത് അതാണ്, പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അതല്ല ആവശ്യം. അപ്പോൾ അവിടെ മാറ്റുക. അപ്പോൾ പറഞ്ഞ ഗൗരവപൂർണമായ അല്ലെങ്കിൽ ഗൗരവത്തോടു കൂടിയുള്ള ആശയവിനിമയം. ഇതെല്ലാവർക്കും ചെയ്യും. ഇതിനാരും പഠിക്കണമെന്നൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസം ഉണ്ടാക്കുക. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ ആവണം എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ്, എനിക്കറിയാം സാറേ, എനിക്ക് ഇങ്ങനെ വിഷയങ്ങളുണ്ട്, എനിക്കറിയാം, പക്ഷെ എനിക്ക് മാറണം. അപ്പൊ എങ്ങോട്ട് മാറണം? അത് മനസ്സിലാക്കുക, അതിൽ വിശ്വസിക്കുക. ഇവിടെ വരുന്നത്, ഞാനിപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മാറണോ? ഞങ്ങൾക്ക് എല്ലാവർക്കും മാറണം, മാറ്റം ആവശ്യമാണ്. എങ്ങോട്ടാണ് മാറ്റം വേണ്ടത്, എന്താണ് മാറ്റം വേണ്ടത് എന്ന് മനസ്സിലാക്കണം, എന്ന് തീരുമാനിക്കണം. ആ തീരുമാനമാണ് വലുത്. ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കോഴ്സിൽ വരുന്ന ആൾക്കാരെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ തോട്ടുകളെ ആദ്യം മാറ്റിക്കും. ഡെയിലി പ്രാക്ടീസിലൂടെ ശുഭാപ്തി വിശ്വാസക്കാരായി. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്ത ആൾക്കാരെ എന്നെ തന്നെ വണ്ടടിക്കുകയാണ്. എല്ലാവരും രാവിലെ എഴുന്നേറ്റിട്ട് പറയുന്ന വീഡിയോ എടുത്തിട്ട് പറയുന്ന കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഇന്നത്തെ ദിവസം.
ഇതിങ്ങനെ റിപ്പീറ്റഡ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഭയങ്കര മാറ്റമാണ് അതുകൊണ്ട് നടക്കുന്നത്. വലിയ മാറ്റമാണ് നടക്കുന്നത്. കാരണം നമ്മളിത് അറിയാതെ ചിലപ്പോൾ കമ്മിറ്റഡ് ആയിട്ട് പറയുന്ന കാര്യമായിരിക്കും കേട്ടോ. ഞാൻ കോമ്പറ്റീഷൻ പോലെ വെക്കും എന്ന് ഓരോ ആളും പറയും, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയും എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിൽ. അപ്പൊ അവരത് വേറെ വകുപ്പില്ലാതെ പറയുകയാണ്. പക്ഷെ ഇത് പറഞ്ഞു വരുമ്പോൾ മുഖമൊക്കെ അങ്ങ് തുടുക്കാൻ തുടങ്ങും. പറയാതിരുന്നാൽ പറ്റാത്ത അവസ്ഥ വരും. ഇങ്ങനെ മാറ്റമുണ്ടാവും. ഈ ആവശ്യമാണോ നിങ്ങൾക്ക്? ഇങ്ങനെ മാറാൻ റെഡിയാണോ നിങ്ങൾ? റെഡിയാണെങ്കിൽ റെഡി എന്ന് പറയൂ. റെഡിയാണെങ്കിൽ ചിന്തകളിലൂടെ മാത്രമേ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. അവിടെ മാറിയാൽ എല്ലാം മാറും. പുറത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും ഞാൻ പറയണ്ട. നിങ്ങൾ ഇന്ന് ഇത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി, ചിന്തിക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ചെയ്യുന്നത്, ആദ്യം നിങ്ങളുടെ തോട്ടിനെ ശരിയാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് ചിന്തകൾ പലരും ഇവിടെ വന്ന് പറഞ്ഞതുണ്ട്, അവർക്ക് 4 ദിവസം 5 ദിവസം കൊണ്ടൊക്കെ മാറ്റമുണ്ടായി, മിറാക്കിൾ സംഭവിച്ചു എന്ന്. വേറെ ഒന്നുമല്ല. ഈ 4 ദിവസം കഴിയുമ്പോഴേക്കും അവർക്ക് ശുഭാപ്തി വിശ്വാസമായി, എല്ലാം നടക്കുമെന്ന് ചിന്ത അവരിൽ വന്നു കഴിഞ്ഞു. അത് ചിലപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല, എല്ലാം പ്രകടിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അകം ഇങ്ങനെ ഉഴുതു മറയുന്നുണ്ട്. ഈ മാറ്റമാണ് ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ് ആവശ്യമാണെങ്കിൽ പറയാം. ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ടാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. മാറ്റം വേണമെന്ന് പറഞ്ഞത്. മൂന്നാമത്തെ ഒന്നുകൂടി പറയണോ? നിങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന് വിശ്വസിക്കുക. വിശ്വാസം അതല്ലേ എല്ലാം. നടക്കും എന്ന് വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി. നടക്കില്ല എന്നുള്ള വിശ്വാസമാണെങ്കിൽ അതും അങ്ങനെ തന്നെ സംഭവിക്കും. തഥാസ്തു എന്ന് പറയുന്ന ഒരു ദേവതയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര പേർക്കറിയാം ആ വാക്കിന്റെ ശരിയായ, അല്ലെങ്കിൽ ആമീൻ നമ്മളെല്ലാം പറയുന്നു, ആമീൻ പറയുന്നുണ്ട് അല്ലേ? ക്രിസ്ത്യൻ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ആമീൻ പറയും. നമ്മൾ മറ്റ് സഹോദരങ്ങൾ തഥാസ്തു എന്ന് പറയും. എന്താണ് തഥാസ്തു എന്ന് കേട്ടിട്ടുണ്ടല്ലോ? നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ശരിയാക്കിയാൽ മാത്രം മതിയല്ലോ. അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാനിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മുടെ ഇപ്പോൾ ലൈവായിട്ട് ഇവിടെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ചേരാവുന്നതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക് ക്ലാസ്. ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക് അല്ല, ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് നിങ്ങൾക്കെല്ലാം ഒരു ഓഫർ തരാം. ഇപ്പോൾ ഇന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ. നാളെ ചോദിക്കരുത്. യൂട്യൂബ് വീഡിയോ കാണുന്ന സഹോദരങ്ങൾ ചോദിക്കരുത്. ഞാൻ വേണമെങ്കിൽ ഓഫർ ആകുമ്പോൾ ഇവിടെ കട്ട് ചെയ്യാം, വീഡിയോ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് അത്ര തരുള്ളൂ. അല്ലെങ്കിൽ അവർ ചോദിക്കാൻ തെറ്റാണെന്നറിയാം, പക്ഷെ എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്നാമതായി നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വരുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഒരു 10 ദിവസത്തെ കോഴ്സോ 20 ദിവസത്തെ കോഴ്സോ 30 ദിവസത്തെ കോഴ്സോ ആയിട്ടല്ല എൻ്റെ ഒരു ക്ലാസ്സുകളും ഉള്ളത്. പക്ഷെ ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഇത്ര ദിവസം പഠിക്കാനുണ്ട്. അതിൻ്റെ സിലബസ് ഉണ്ട്, സിസ്റ്റം ഉണ്ട്, ഒക്കെ റെഡിയാണ്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തരുന്നത് ലൈഫ് ടൈം മെമ്പർഷിപ്പാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കോഴ്സ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഈ ഗ്രൂപ്പിൽ, ഈ സെനർജിയിൽ നിൽക്കാം. ഇതിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിൻ ചെയ്യാം. എത്ര പ്രാവശ്യം വേണമെങ്കിൽ എന്നോട് ഡൗട്ട് ചോദിക്കാം. നിങ്ങൾക്ക് സക്സസ് ആയി, നിങ്ങൾ പൂർണ്ണമായി ഞാൻ സെറ്റാണ് ലോ ഓഫ് അട്രാക്ഷൻ, ഇനി എനിക്കൊന്നും ആവശ്യമില്ല എന്ന് നിങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ്റെ സർട്ടിഫിക്കേഷൻ ട്രെയിനിങ്ങിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം. ഞാനെല്ലാം തരുന്നത്. അതിൽ അറേഞ്ച് ആ എക്സാം എഴുതിയെടുക്കുക, ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനർ ആവുക, എന്നെപ്പോലെ തന്നെ. അതുവരെയും ഞാൻ നിങ്ങളുണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങളോട് പറയും, നിങ്ങൾ പോയി വേറെ കോഴ്സ് ചെയ്ത് പുറത്ത് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തോളൂ എന്ന് പറയും. അതുവരെ നിങ്ങൾക്ക് അതിൽ തന്നെ തുടരാം. ഒറ്റ പേയ്മെൻ്റ് ആണ്,
രണ്ടാമത് പേയ്മെന്റ് അടക്കേണ്ട ആവശ്യമില്ല എന്ന് ഇത്രയും സിമ്പിളായിട്ട് നിൽക്കുക. മറ്റെല്ലാ കോഴ്സിൽ പോയാൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അതൊക്കെ അവരുടെ ബിസിനസ്സാണ്, അതൊന്നും എനിക്ക് പറയാനില്ല. അതൊക്കെ അവരുടെ ബിസിനസ്സാണ്. ഒന്നാമത്തെ കാര്യം. 2, നിങ്ങൾ ഈ സെനർജിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ഞാനിവിടെ നിങ്ങൾക്ക് തരുന്ന സെനർജി എന്തായിരിക്കുമെന്ന്. അതിലാണല്ലോ നിങ്ങൾ നിൽക്കുന്നത്. ഇത് എന്നും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിച്ച കാര്യം നേടാൻ സാധിക്കില്ലെന്ന്? ഇത്രയും തന്നിട്ട് പോലും നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിച്ച കാര്യം നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെയാണ് നിങ്ങൾക്ക് വേറെ റെക്കമെൻഡ് ചെയ്യും. ഇതല്ല വിഷയം, നിങ്ങളുടെ വേറെ വിഷയമാണ്. അതിനാണ് നേരത്തെ ഒരു സഹോദരി ചോദിച്ച ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷനും സോൾ മാനിഫെസ്റ്റേഷനും എന്നൊക്കെ പറഞ്ഞ ക്രോസ്. അതൊക്കെ കുറച്ച് ഹയറാണ്. നിങ്ങൾ എവിടെയെങ്കിലും നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള എനർജി ബ്ലോക്കേജുകൾ ഉണ്ടായാൽ അത് കണ്ടുപിടിക്കുക, അത് ട്രീറ്റ് ചെയ്യുക. അത് വളരെ റെയർ കേസസ് ആണ്. അത് വലിയ എക്സ്പെൻസീവ് കുടിച്ച പരിപാടിയാണ്. എന്തിനാ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. സാധാരണക്കാരന് ഇതിൽ തന്നെ അവന് വേണ്ട കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കും. അത് ഉറപ്പാണ്. ഇത്രയും ഇതാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ഓഫർ ഇന്ന് നിങ്ങൾക്ക് തരുന്നു. ഇന്നലെ ഞാൻ യൂട്യൂബ് വീഡിയോവും നമുക്കും എല്ലാവർക്കും കൂടി കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ ചെയ്യാത്തവർ വീണ്ടും പോയി ചെയ്യുക. നിങ്ങൾക്ക് ഒരു ദിവസം കൂടി ചാൻസ് ഉണ്ട്. നാളെ ഞാൻ ഡിക്ലെയർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ഉള്ള റിക്വസ്റ്റ് ആണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വ്യൂസ് മാത്രം കൂടുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ കൂടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മറക്കരുത്, കാണുമ്പോൾ ഒന്ന് ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക, ടക്ക് എന്നുള്ള. അല്ലെങ്കിൽ ദിനേശ് സാറിന് ദിനേശ് സാറിന് ഇങ്ങനെ കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുത്തം കുത്തുക. അത് മുഖത്തേക്ക് കുത്തിക്കോളൂ. അതിന് പകരം ആ ബട്ടണിലേക്ക് ഒന്ന് കുത്തിയാൽ മതി, നടക്കും. ഓക്കെ, അതൊന്ന് മറക്കാതിരിക്കുക. അപ്പോൾ ഞാൻ റെക്കോർഡിംഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓഫർ അത് കഴിഞ്ഞിട്ടേ പറയുള്ളൂ, അല്ലെങ്കിൽ കഞ്ഞികുടിയല്ലേ അല്ലേ, ഇതും കൂടി നടക്കണ്ടേ, എനിക്കും വേണമല്ലേ. ഓക്കെ, എവരിബഡി റെഡി ഫോർ ഇറ്റ്? വേണോ? ഓഫർ വേണോ? ഫീ ഉണ്ടോന്ന്? ഫീ ഇല്ലാതെ എങ്ങനെയാണ് നമുക്കൊരു ക്ലാസ് നൽകാൻ പറ്റുക? ഫീ ഇല്ലാത്ത ക്ലാസ് ആണല്ലോ ഇത്. ഫീ ഉള്ള ക്ലാസ്സിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. മറ്റത് ഇങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരോടും എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് എല്ലാവരോടും റിക്വസ്റ്റ്, സോറി. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ 100 എന്നുള്ള ലിമിറ്റ് കൂട്ടാൻ അഡ്മിന്മാരോട് പറയാം. നിങ്ങൾക്ക് നാളെ മുതൽ ക്ലാസ്സിൽ വന്നാൽ ഇതുപോലെ എന്തെങ്കിലും ഓഫർ ഞാൻ തരാം. പുസ്തകങ്ങളോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF പുസ്തകങ്ങൾ തരാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. ലോ ഓഫ് അട്രാക്ഷൻ്റെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് PDF ആയിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ ചിലപ്പോൾ പ്രിൻ്റഡ് എല്ലാം നിങ്ങൾക്ക് പറ്റണമെന്നില്ല. പുസ്തകം വേണ്ടവർ എൻ്റെ 3 പുസ്തകങ്ങൾ ഇന്നലെ ഓഫർ ഇട്ടാണ്. ആർക്കും വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് അഡ്മിനെ ബന്ധപ്പെടുക. നമ്പർ അയച്ചു കൊടുത്ത് അവർ വയ്ക്കും. ഞാൻ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈൻ ചെയ്തേക്കാം. ഇനിയിപ്പോൾ നാട്ടിൽ വരുന്നപ്പോഴാണെന്ന് അറിയില്ല. ഇപ്പോൾ 2 ദിവസത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സൈൻ ചെയ്ത് പുസ്തകം വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്മിനെ ബന്ധപ്പെടാം. അല്ലെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക, അവർ ബന്ധപ്പെടും നിങ്ങളെ. യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾ അഡ്മിൻ ബന്ധപ്പെടും, നമ്പർ ചോദിക്കും, അത് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ഓഫറിലേക്ക് പോകാം. താല്പര്യമുള്ളവർക്ക് മാത്രം കോഴ്സിൽ ചേർന്നാൽ മതി. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഇത്തരം കാര്യങ്ങളുമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. നിങ്ങൾ മാറ്റം ഉണ്ടാകുന്നവിടെ ഇവിടെ ഇരിക്കാം, ഒരു കുഴപ്പമില്ല. യൂട്യൂബ് വീഡിയോ കാണുന്നത് വീണ്ടും കാണുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്ക് എത്തിക്കുന്ന. ഒരു സഹോദരി പറഞ്ഞു കേട്ടു, ആദ്യമായി കണ്ടതാണ്, പക്ഷേ കണ്ടപ്പോൾ തന്നെ ഒരു 10-25 പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ലിങ്ക് എനിക്ക് ആ സഹോദരി പേരറിയില്ല, നമ്മുടെ ഗ്രൂപ്പിൽ കയറിയത് മാത്രമല്ല ഒരു 10-25 ആൾക്കാർ ആ ഗ്രൂപ്പിൽ അങ്ങ് ആഡ് ചെയ്യുകയും ചെയ്തു. എല്ലാവരും നന്നാവട്ടെ എന്നാണ് ലാസ്റ്റ് എഴുതിയ കമൻറ്റ്. അതാരാണെന്ന് എനിക്കറിയില്ല. എല്ലാവരും നന്നാവട്ടെ, അതുകൊണ്ട് ഞാൻ എല്ലാവരും ഇവിടെ ചേർത്ത് വന്നിട്ടുള്ളതാണ്. ഏറെ സന്തോഷം. ഇങ്ങനെയാണ് ഒരു ഗ്രൂപ്പിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ എനിക്ക് നൽകുന്നതെല്ലാം ഞാൻ നൽകിക്കൊണ്ടേയിരിക്കും. തൽക്കാലം ഈ റെക്കോർഡിംഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് ബാക്കി ഇവർക്ക് മാത്രമായിട്ട് നൽകാം. താങ്ക് യു.